ആ രാത്രി പകലിന്റെ അലച്ചിൽ തീർന്നപ്പോൾ വീടെത്തിപ്പിടിക്കാനായിട്ടുള്ള തിടുക്കത്തിൽ കയ്യിലുള്ള ഫയലുകളെല്ലാം മേശപ്പുറത്ത് വെച്ച് ഓഫീസ് ക്ലോസ് ചെയ്ത് അരുൺ 8 മണിയോടുകൂടി പുറത്തേക്കിറങ്ങി. വിനീതയെ വിളിച്ചു. ഇറങ്ങി എന്ന് പറഞ്ഞു. രാത്രിത്തേക്ക് നീ ഫുഡൊന്നും ഉണ്ടാക്കി വെക്കണ്ട, ഞാൻ വാങ്ങി വരാം എന്നും പറഞ്ഞ് അരുൺ കോൾ കട്ട് ചെയ്തു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അയാൾ വീട്ടിലേക്ക് തിരിച്ചു. പ്രണയവിവാഹമായിരുന്നു അരുണിൻ്റെയും വിനീതയുടെയും. അരുൺ മുൻപ് ജോലി ചെയ്തിരുന്ന ഓഫീസിനടുത്തുള്ള ബ്യൂട്ടി പാർലറിലായിരുന്നു വിനീത. തികച്ചും ഒരാഴ്ചത്തെ പരിചയം. അവർ നല്ല സുഹൃത്തുക്കളായി. സൗഹൃദത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് അവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയത് വളരെ പെട്ടെന്നായിരുന്നു. പരസ്പരം മനസ്സിലാക്കാനുള്ള സമയം പോലും അവർക്ക് മുന്നിലില്ലാത്ത പോലെ സുഹൃത്തുക്കൾക്കും മറ്റും തോന്നിയിരിക്കാം. അത്ര പെട്ടെന്ന് തന്നെ അവർ വിവാഹവും കഴിച്ചു. തീർത്തും ഒരു 2.5 മാസത്തെ സൗഹൃദം, പരിചയം, പ്രണയം, വിവാഹം. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമായി. ഒരുപക്ഷെ അരുണിൻ്റെയും വിനീതയുടെയും സുഹൃത്തുക്കൾക്ക് പോലും അസൂയ തോന്നാം. കാരണം അവർ രണ്ടുപേരും അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു. കളിയും ചിരിയുമായി ആ വീടും അവരുടെ നിമിഷവും വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ടു പോയി. ആ രാത്രി ഒരു ചെറിയ മഴ കാരണം പോകുന്ന വഴിക്കുള്ള ഒരു ബസ് ഷെൽട്ടറിനരികെ ബൈക്ക് നിർത്തി അരുൺ ആ ഷെൽട്ടറിൽ കയറി നിന്നു. നാശം പിടിച്ച മഴ, ഇനി എപ്പോ വീട്ടിലെത്തും? അയാൾ സ്വയം ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. മഴയൊന്നു കുറഞ്ഞപ്പോൾ ബൈക്കെടുത്ത് അയാൾ വീട് വെച്ച് പിടിച്ചു. പോവുന്ന വഴി ഹൈവേയിൽ നിന്ന് മാറി തൻ്റെ നാട്ടിലേക്കുള്ള റോഡിനരികിൽ ഒരു തട്ടുകടയിൽ നിന്നും ഭക്ഷണം വാങ്ങി അയാൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇനി കഷ്ടിച്ച് ഒരു 5 കിലോമീറ്റർ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. മഴ പെയ്തതുകൊണ്ട് തന്നെ റോഡിൽ വാഹനങ്ങളും കുറവായിരുന്നു. രാത്രി ഒരു 11 മണിയോടെ നഗരത്തിലെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടറായ ദേവിക തിരക്കിൽ നിന്നും ഒന്ന് മാറി വീട്ടിലേക്ക് ഫോൺ ചെയ്തു. മമ്മിയാണ് മോളെ, മോള് കഴിച്ചിട്ട് കിടന്നോളൂ. മമ്മി വരാൻ ഇത്തിരി ലേറ്റാവും. ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. ഫോൺ കട്ട് ചെയ്ത് തിടുക്കത്തിൽ ഡോക്ടർ നഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ചു. ആക്സിഡന്റ് ആയ ആളുടെ പേര് അരുൺ എന്നാണ് മാഡം. വയസ്സ് 27. ആക്സിഡന്റായ ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ച നാട്ടുകാരോട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിൽ നാട്ടുകാരിൽ ചിലർ പോലീസിനോട് പറഞ്ഞത് അമിത വേഗതയിൽ വന്ന ബൈക്ക് എതിരെ വന്ന ലോറിയിൽ ചെന്നിടിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് പരിസരത്തുള്ളവർ ഓടിക്കൂടി റോഡിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു. എന്നിട്ട് ആ ലോറി ഡ്രൈവർ എവിടെ? അയാൾ ഇവിടെ തന്നെയുണ്ട് സർ. നാട്ടുകാരുടെയും മറ്റും സംസാരത്തിൽ അമിത വേഗത്തിൽ വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നാണ്. പോലീസിന്റെ പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിലും മനസ്സിലായത് ബൈക്ക് അമിത വേഗത്തിൽ വന്ന് ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നത് തന്നെയായിരുന്നു. പക്ഷേ അരുണിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർക്ക് കഴിഞ്ഞില്ല. അരുണിന്റെ മരണവാർത്ത അറിഞ്ഞ് വിനീത തകർന്നൊന്ന് കരയാൻ പോലും പറ്റാതെ ഒന്നും മിണ്ടാതെ ഒരേ ഇരിപ്പ്. ആ സംഭവം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നഗരത്തിലെ പോലീസ് സ്റ്റേഷനിൽ പുതുതായി ചാർജെടുത്ത SI ദീപകിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. ദീപക് PC യോട് അയാളോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. ജിജോ ജിജോ എബ്രഹാം എന്നാണ് എൻ്റെ പേര്. ഇരിക്കൂ, എന്താ കാര്യം? സർ, വാഹനങ്ങളുടെ അമിത വേഗതയും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളും അതിൽ പൊലിഞ്ഞു പോകുന്ന ജീവനും, അങ്ങനെ ആക്സിഡന്റ് കേസുകളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നുണ്ട് ഞങ്ങൾ. അതിനുവേണ്ടി ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഏതാനും ആക്സിഡന്റുകളെക്കുറിച്ച് ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അമിത വേഗത ആപത്ത്, ഇതിലൊരു മികച്ച സന്ദേശം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഓൾ ദി ബെസ്റ്റ്. പക്ഷേ കുറച്ച് സമയമെടുക്കും. കേസുകളെക്കുറിച്ചുള്ള പഠനത്തിനിടയിൽ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച അരുണിന്റെ കേസും ജിജോ പഠിക്കാൻ ഇടയായി. ജിജോ ദീപകിനോട് ആ കേസിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിഞ്ഞു. സർ, ഈ അപകടം നടന്ന സ്ഥലം എനിക്ക് നന്നായി അറിയാം. ഈ ഫയലിലെ കേസിലെ ചില കാര്യങ്ങളിൽ എനിക്കെന്തോ. എന്തുപറ്റി ജിജോ? അതൊരു ആക്സിഡന്റ് ആയിരുന്നു. അതൊക്കെ അന്ന് തന്നെ അന്വേഷിച്ച് ചോദ്യം ചെയ്ത് ക്ലോസ് ചെയ്ത കേസാണ്. മുൻപ് ഈ സ്റ്റേഷനിൽ SI ആയിരുന്ന ഗോപിനാഥാണ് അന്വേഷിച്ചത്. അതല്ല സാർ, ഒരുപക്ഷെ എൻ്റെ ഒരു ചിന്തയാവാം. അമിത വേഗതയിൽ ബൈക്ക് വന്ന് ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, എന്താ സംശയം? സർ, സർക്കാർ എത്ര മാറി ഭരിച്ചിട്ടും നന്നാക്കാത്തൊരു റോഡാണ് ഈ ആക്സിഡന്റ് ആയ സ്ഥലം. ഇന്നും അതുപോലെ കിടപ്പുണ്ട്.
സാറിന് വേണേൽ എൻ്റെ കൂടെ വരാം. ഞാൻ കാണിച്ചു തരാം. അത്രയും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ എത്ര വേഗത്തിൽ പോകാൻ കഴിയും? പോരാത്തതിന് അന്ന് മഴയും ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? കുഴികളിൽ വെള്ളം നിറഞ്ഞിട്ടുമുണ്ടാകും. അപ്പോൾ എങ്ങനെ? എസ് ഐ ദീപക് ചെയറിൽ നിന്നും എഴുന്നേറ്റ് ജിജോയെ തന്നെ നോക്കി അയാളുടെ അടുത്തേക്ക് നടന്നു. ജിജോയുടെ അടുത്തേക്ക് വന്ന ദീപക് പറഞ്ഞു, അങ്ങനെയൊരു സംശയം എന്തുകൊണ്ട് ഗോപിനാഥൻ സാറിന് തോന്നിയില്ല? അദ്ദേഹം വിട്ടുപോയതാവാൻ വഴിയില്ല. ഇനി വിട്ടുപോയതായിരിക്കുമോ? സർ, ഒരുപക്ഷെ ഗോപിനാഥൻ സാറിന് ഈ പ്രദേശം വലിയ പിടിയിലായിരിക്കും. അതല്ലെങ്കിൽ ആക്സിഡന്റ് നടന്നതിന് ശേഷം ആ ലോറി ഡ്രൈവർ ഓടിപ്പോവാനോ രക്ഷപ്പെടാനോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു സംശയത്തിന് അവിടെ പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ടാകും കൂടുതലൊന്നും ചിന്തിക്കാതെ അദ്ദേഹം കേസ് ക്ലോസ് ചെയ്തത്. ബട്ട് ജിജോ, 4 വർഷം മുമ്പുള്ള കേസാണ്. അതും ക്ലോസ് ചെയ്ത കേസ്. അതിനു പുറകെ വീണ്ടും വീണ്ടും കൊത്തിപ്പൊക്കി അന്വേഷിക്കുമെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ. ഞാൻ ഗോപിനാഥൻ സാറുമായി ഒന്ന് സംസാരിക്കട്ടെ. പിന്നെ ഐ ജിയോടും. ജിജോ, താങ്കളുടെ ഈ സംശയം അത് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നതെങ്കിൽ. അത് പറഞ്ഞു നിർത്തി ദീപക് പുറത്തിറങ്ങി. പിന്നാലെ ജിജോയും പുറത്തിറങ്ങി. സാർ, ഇതെന്റെ വെറുമൊരു സംശയം മാത്രമാണ്. നോ ജിജോ, തീയണഞ്ഞു പോയ ചാരം ഒന്ന് ഇളക്കി നോക്കാം. കനലിന്റെ ഒരു തരി ബാക്കിയുണ്ടെങ്കിൽ കേസ് കുത്തിപ്പൊക്കേണ്ടി വരും. ചാരത്തിൽ ചികഞ്ഞു തന്നെ നോക്കണം. സാർ, ഞാനങ്ങോട്ട് പോവാനിരുന്ന ജിജോയെ തിരികെ വിളിച്ച് ദീപക് ചോദിച്ചു. മിസ്റ്റർ ജിജോ, ഏതാണ് ആ സ്ഥലം? സാറേ, അതിത്തിരി പേടിപ്പിക്കുന്ന പേരാണ്. ഭൂതത്തെരു. കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായി ദീപക് ഗോപിനാഥൻ സാറിനെ കണ്ട് സംസാരിച്ചു. പിന്നീട് CIJ കണ്ടതിനു ശേഷം അടുത്ത ദിവസം ദീപക് ജിജോയെ വിളിച്ചു. ജിജോ, താങ്കൾ പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആക്സിഡന്റ്, ആ സ്ഥലത്ത് നമുക്കൊന്ന് പോണം. ആദ്യം അന്ന് ആക്സിഡന്റിന് സാക്ഷിയായ പ്രദേശവാസികളായ ഗോപാലൻ, ബാബു, ജോണി, പിന്നെ ഒരു പയ്യൻ എബിൻ, ഇവരെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം. അങ്ങനെ SI ദീപക്കും ജിജോയും അടുത്ത ദിവസം പകൽ ഭൂതത്തെരു എന്ന സ്ഥലത്തേക്ക് തിരിച്ചു. അന്നും നല്ല മഴയുള്ള ദിവസമായിരുന്നു. രാത്രി ഏകദേശം 11 മണിയോടുകൂടിയാണ് അവർ രണ്ടുപേരും ഭൂതത്തെരു എന്ന സ്ഥലത്തെത്തിയത്. ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ അവർ എത്തുമ്പോൾ സമയം 11:30. വണ്ടിയിൽ നിന്നിറങ്ങി ദീപക് ചുറ്റും നോക്കി. വിജനമായ സ്ഥലം. കുറച്ചകലെ പൂട്ടിയിട്ട പൊട്ടിപ്പൊളിയാറായ ഒരു കട. ഓടിട്ട ആ കടയുടെ മേൽക്കൂര ടാർപ്പ കൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുന്നു. മുന്നിൽ കഴുക്കോൽ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നതും കണ്ടു. സാർ, അതൊരു ടൈലർ കടയായിരുന്നു മുൻപ്. അതിന്റെ ഉടമയാണ് ബാബു. ആ കടയിൽ അന്ന് രാത്രി ആക്സിഡന്റ് നടക്കുമ്പോൾ അവർ 4 പേരും ഉണ്ടായിരുന്നു. യെസ് ജിജോ, അത് ഞാൻ വായിച്ചു. ദീപക് വീണ്ടും മുന്നോട്ട് നടന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ എടുത്ത് അയാൾ നോക്കി. 5 വർഷം കഴിഞ്ഞിട്ടും റോഡ് അതേപോലെ. ആകെ ഒരു മാറ്റം, സ്ട്രീറ്റ് ലൈറ്റ് വന്നു എന്ന് മാത്രം. ജിജോ, സമയം ഒരുപാടായില്ലേ? ഇവിടെ താമസിക്കാൻ ഏതെങ്കിലും റൂമോ ലോഡ്ജോ കിട്ടുമോ എന്ന് നോക്കാം. ഇവിടെ അടുത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട് സർ. അതിനടുത്ത് ഒരു ചെറിയ ലോഡ്ജുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ SI ദീപക്കും ജിജോയുടെ കൂടെ എസ്റ്റേറ്റിനടുത്തുള്ള ലോഡ്ജിലേക്ക് പോയി. റോഡിനിരുവശവും കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഉൾനാടൻ പ്രദേശം. മിന്നിമിന്നി കളിക്കുന്ന തെരുവു വിളക്കുകൾ. റോഡിൽ നിന്നും കുറച്ചു മാറി ഒരു പഴയ ലോഡ്ജ്. മുൻവശത്ത് ഒരു ചെറിയ വെളിച്ചം. വെളിച്ചത്തിൽ ലോഡ്ജിന് മുൻവശത്തെ ചുവരുകളിലേക്ക് ദീപക് നോക്കി. അഴുക്കുപുരണ്ട ചുവരുകളിൽ പേന കൊണ്ടും മറ്റും വരച്ചിട്ട് വികൃതമാക്കിയിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. പാതിയടച്ച ഡോർ തുറന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. റിസപ്ഷനിലെ ചെയറിൽ ഒരാളിരുന്ന് നല്ല ഉറക്കം. കാഴ്ചയിൽ 50 വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. കൈകളിൽ ഗ്ലൗസ് പോലുള്ള എന്തോ ഇട്ടിരിക്കുന്നു. അണ്ണാ, 2 റൂം വേണം. ഉറക്കത്തിൽ നിന്നും എന്തൊക്കെയോ പെറുപുറത്ത് അയാൾ എഴുന്നേറ്റു. എന്നാ സാർ, இந்த നേരത്തെല്ലാം വന്ന്? ശരി, എത്ര പേര് സാർ? 2 പേർ. ഇന്നാ സാർ, അഡ്രസ് ഫോൺ നമ്പർ എഴുത്. ജിജോ അഡ്രസ് ഫോൺ നമ്പർ എഴുതി കൊടുത്തു. മേലെ ലെഫ്റ്റ് സാർ, റൂം നമ്പർ 2425. 1200 രൂപ സാർ. 1200 രൂപയോ? ജിജോ ചുറ്റും ഒന്ന് നോക്കി അയാളോട് ചോദിച്ചു. ഈ ലോഡ്ജിലോ? ഒരു റൂമിന് 600 രൂപയോ? ഒരു രാത്രിക്ക്? അത്രയും തരാൻ പറ്റില്ല.
ஏ இந்த நேரத்து இங்க வேற லாட்ஜ், வீடு, 5 ஸ்டார் ஹோட்டல் எதுவும் கிடைக்காது. വേണനാ എടുത്തുക്കോ ഇല്ലേ വിട്ടുങ്ക സാർ. അതും പറഞ്ഞ് അയാൾ ചെയറിൽ തലയിൽ കൈയും കുത്തി എന്തൊക്കെയോ പിറുപിറുത്തിരുന്നു. പോക്കറ്റിൽ നിന്നും കാശെടുത്ത് ദീപക് ജിജോയുടെ നേരെ നീട്ടി. അയാൾക്ക് കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. മുറിയുടെ താക്കോൽ വാങ്ങി അവർ മുകളിലെ മുറിയിലേക്ക് പോയി. റൂം തുറന്നു. സാർ, ഇതാ ഞാൻ പറഞ്ഞത്. 600 രൂപയ്ക്ക് പോയിട്ട് 250 രൂപയ്ക്ക് പോലും ഈ റൂമില്ല. ബെഡ് നോക്ക് സാർ. ഇവിടെ വേറെ താമസക്കാരാരുമില്ലെന്ന് തോന്നുന്നു. ആകെ മൊത്തത്തിൽ ഒരു ശ്മശാന മൂകത അല്ലേ സാർ? അയാളെ വിളിച്ച് റൂമിന്റെ കോലം കാണിച്ചു കൊടുത്താലോ സാർ? വിട് ജിജോ, അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ വേറെ ലോഡ്ജില്ല. ഈ നേരത്ത് എവിടെ പോകാൻ? ഒരു രാത്രിയല്ലേ, അഡ്ജസ്റ്റ് ചെയ്യ്. നാളെ എന്താണ് സാർ? ആ ജിജോ, ഞാനിന്ന് രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് ഇവിടുത്തെ സ്റ്റേഷനിലെ SI ഗണേഷുമായി സംസാരിച്ചിരുന്നു. അന്നത്തെ ആക്സിഡന്റിന് സാക്ഷ്യം വഹിച്ച 4 പേരെക്കുറിച്ചും അന്വേഷിച്ചു. എന്നെ വിളിച്ചു പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗണേഷ് വിവരങ്ങൾ നൽകിയാൽ നാളെ നമ്മൾ അവരെ രഹസ്യമായി എവിടെയെങ്കിലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം. നമ്മളിവിടെ വന്നതും അന്വേഷിക്കുന്നതുമെല്ലാം രഹസ്യമായിരിക്കണം. ഓക്കെ സാർ. എങ്കിൽ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ജിജോ. ദീപക് റൂമിൽ കയറി വാതിലടച്ചു. പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് കത്തിച്ചു. ജനാലകൾ തുറന്നു. ലോഡ്ജിന്റെ പിറകുവശമാണ് അയാൾ കണ്ടത്. കുറച്ചകലെ ഏതോ ഒരു കോളനി പോലെ ചെറിയ ഓലമേഞ്ഞതും ടാർപ്പ് കൊണ്ട് വലിച്ചു കെട്ടിയതുമായ 1-2 വീടുകൾ. അവിടെ കൂടുതലും തമിഴന്മാർ ആയിരുന്നു. അടിവാരത്ത് ജോലിക്ക് വന്നതോ എസ്റ്റേറ്റിൽ ജോലിക്ക് വന്നതോ ആയ തമിഴ് കുടുംബങ്ങളായിരിക്കും എന്നയാൾ മനസ്സിൽ കണക്കുകൂട്ടി. സമയം അർദ്ധരാത്രി കഴിഞ്ഞിട്ടും അകലെ ഒരു കൂരയിൽ ഒരു ചെറിയ വെട്ടം അയാൾ കണ്ടു. എന്തൊക്കെയോ ബഹളം കേട്ടു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബഹളമാണ്. അയാൾ കുടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. വ്യക്തമല്ലെങ്കിലും സംസാരിക്കുന്നത് തണ്ണിയടിച്ചു എന്നൊക്കെയാണ്. സിഗരറ്റ് കളഞ്ഞ് ജനൽവാതിലുകൾ അടച്ചു. ബെഡിൽ കിടന്നു. ജിജോ അയാളുടെ റൂമിൽ മറ്റുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് നോക്കി ഇരിക്കുകയായിരുന്നു. അയാൾ തൻ്റെ വാച്ചിലെ സമയം നോക്കി. 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി കിടക്കാം. നാളെ നേരത്തെ എഴുന്നേറ്റ് സാറിൻ്റെ കൂടെ പോവേണ്ടതല്ലേ എന്ന് സ്വയം പറഞ്ഞു അയാൾ കിടന്നു. ഒന്നുറങ്ങി വരുമ്പോഴായിരുന്നു ഒരു വലിയ ശബ്ദം അയാൾ കേട്ടത്. പുറത്ത് ശക്തമായ കാറ്റും മഴയും. അയാളുടെ മുറിയുടെ ജനൽവാതിലുകൾ തുറക്കപ്പെട്ടതായി അയാൾ കണ്ടു. ശക്തമായ കാറ്റിൽ ആ ജനൽവാതിലുകൾ കൂട്ടിയടയുന്ന ശബ്ദമായിരുന്നു അയാളെ ഉറക്കത്തിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചത്. അയാൾ മൊബൈലെടുത്ത് ലൈറ്റ് ഓൺ ചെയ്തു. നാശം, കറണ്ടും പോയി. ഈ തുക്കട ലോഡ്ജിൽ ജനറേറ്റർ പോയിട്ട് ഒരു മെഴുകുതിരി പോലും കാണില്ല. ഏതു നേരത്താണാവോ ഇതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? അയാൾ സ്വയം പറഞ്ഞ് മൊബൈൽ ഫ്ലാഷിന്റെ വെളിച്ചത്തിൽ ജനൽവാതിൽ അടയ്ക്കാൻ അതിനടുത്തേക്ക് നടന്നു. ജനൽവാതിൽ പിടിച്ച് അടയ്ക്കാൻ നേരം അയാൾ പുറത്തേക്കൊന്ന് നോക്കി. ശക്തമായ മഴയത്ത് ലോഡ്ജിന്റെ പിറകുവശത്തെ മതിലിൽ ആരോ കയറി നിൽക്കുന്ന പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. മിന്നലിന്റെ വെളിച്ചത്തിൽ കണ്ട കാഴ്ച അയാളെ ഒന്ന് ഭയപ്പെടുത്തി. തോന്നിയതായിരിക്കുമോ എന്നയാൾ ഒരു നിമിഷം ചിന്തിച്ചു. വീണ്ടും അയാൾ മതിലിലേക്ക് നോക്കി. മിന്നലിന്റെ വെളിച്ചത്തിൽ ഒരാൾ ഓലമേഞ്ഞ കൂര ലക്ഷ്യമാക്കി ഓടുന്നത് പോലെ അയാൾ കണ്ടു. നാശം എന്ന് പറഞ്ഞ് ജനലടച്ച് അയാൾ ബെഡിൽ വന്നിരുന്നു. വല്ല മോഷണമോ വല്ല കേസുകെട്ട് ടീമോ ആയിരിക്കും എന്നയാൾ മനസ്സിൽ ഒരു ഉത്തരം കൊടുത്തു കിടന്നു. ആശ്വാസമെന്നോണം കറണ്ട് വന്നത് അയാളിൽ ഒരു സമാധാനമുണ്ടാക്കി. ജിജോ ഫാൻ ഓൺ ചെയ്തു. കടകട എന്ന ശബ്ദം അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും കാറ്റ് കിട്ടുന്ന ആശ്വാസത്തോളം വരില്ലല്ലോ ശബ്ദം. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി കേട്ടാണ് ദീപക് ഞെട്ടിയുണർന്നത്. സാർ, സാർ, ജിജോയുടെ റൂമിൽ നിന്നാണല്ലോ. ദീപക് വാതിൽ തുറന്ന് ജിജോയുടെ റൂമിന് മുന്നിലെത്തി. ജിജോ, വാതിൽ തുറക്ക്. എന്തുപറ്റി? വാതിൽ തുറക്ക്. വാതിൽ തുറന്നപ്പോൾ വിളറിയ മുഖത്തോടെ സാർ എന്ന് വിളിച്ചുകൊണ്ട് ജിജോ ദീപകിന്റെ കയ്യിൽ പിടിച്ചു. ബാത്റൂമിന്റെ വാതിലിലേക്ക് വിരൽ ചൂണ്ടി. ബാത്റൂമിന്റെ വാതിലിന് മുന്നിൽ നോക്കിയ ദീപക്കും ഞെട്ടി. അടച്ചിട്ട ബാത്റൂമിന്റെ വാതിലിനിടയിൽ കൂടെ രക്തമൊഴുകി വരുന്നു. വാതിൽ തുറന്നു നോക്കാനായി ദീപക് ബാത്റൂമിന്റെ വാതിലിനരികിലെത്തിയപ്പോൾ പെട്ടെന്ന് റൂമിൽ നിന്നും അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നത് അയാൾ കേട്ടു. ഈ പാതിരാത്രി ഇതാരാണ്? ദീപക് റൂമിലെത്തി ഫോണെടുത്തു. ഹലോ. ആ ഹലോ സാറേ, ഞാൻ ഗണേശനാണ്, ഭൂതത്തെരു സ്റ്റേഷൻ SI.
ആ, എന്താ ഗണേശ? സർ, നമ്മൾ അന്വേഷിക്കുന്ന കേസിലെ സാക്ഷികളായ ആ 4 പേരിൽ 3 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മാത്രവുമല്ല, നാലാമനായ ആ പയ്യൻ എബിൻ, അയാൾ മിസ്സിംഗ് ആണ് സർ. അത് പറഞ്ഞപ്പോഴേക്കും കോൾ കട്ടായി. ദീപക് തിരിച്ചു വിളിച്ചു. പരിധിക്ക് പുറത്തുനിന്ന് പറയുന്നത് കേട്ടു. മഴയായതുകൊണ്ടാവാം സിഗ്നൽ കട്ടായത്. കോൾ കട്ട് ചെയ്ത് ദീപക് ജിജോയുടെ അടുത്തെത്തി. ദീപക് ബാത്റൂമിന്റെ വാതിൽ തുറന്നതും ഒന്നും ഞെട്ടി. അയാൾ 2 സ്റ്റെപ്പ് പിറകിലോട്ട് അറിയാതെ നടന്നുപോയി. ബാത്റൂമിനകത്ത് നിറയെ രക്തം. ബാത്റൂമിന് ഒരു സൈഡിൽ വലിയ കവറിൽ എന്തോ പൊതിഞ്ഞിരിക്കുന്നത് കണ്ടു. അതിൽ നിന്നാണ് രക്തം വരുന്നതെന്ന് മനസ്സിലാക്കിയ അയാൾ സ്റ്റേഷനിൽ വിളിച്ചു. ജിജോയുടെ നിലവിളിയും അത്രയ്ക്ക് ബഹളം നടന്നിട്ടും അത്ഭുതമെന്ന് പറയട്ടെ, തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നോ, എന്തിനേറെ പറയുന്നു, താഴെ റിസപ്ഷനിൽ നിന്നിരുന്ന ആ തമിഴൻ പോലും അവിടേക്ക് വന്നില്ല. ദീപക് താഴെ റിസപ്ഷനിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അയാൾ ഉറക്കെ വിളിച്ചു. ആരും വിളി കേട്ടില്ല. എന്തൊക്കെയോ ദുരൂഹത നിറഞ്ഞ ലോഡ്ജ് പോലെ അയാൾക്ക് തോന്നി. അയാൾ രജിസ്റ്റർ ബുക്ക് എടുത്തു നോക്കി. റൂം നമ്പർ 24, 25 ഒഴികെ ബാക്കിയുള്ള റൂമിന് നേരെ ആവി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. രജിസ്റ്റർ ബുക്ക് മടക്കി വെച്ചപ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ എത്തി. ആ ഗണേഷ്, തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്ന് മാറുകയാണ്. ഈ റൂമിൽ ഞങ്ങൾ താമസിച്ചിട്ടില്ല. താഴെയുള്ള രജിസ്റ്റർ ഞാൻ എടുക്കുവാണ്. വിശദമായി അന്വേഷിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. അതും പറഞ്ഞ് ദീപക്കും ജിജോയും വണ്ടിയെടുത്ത് പുറപ്പെട്ടു. നേരം പുലർന്നു. ഏതോ സൈക്കിൾക്കാരന്റെ ശബ്ദം കേട്ട് ജിജോ ഉണർന്നു. വണ്ടി മനോഹരമായ ഒരു പ്രദേശത്തെ അടിവാരത്തിൽ നിർത്തിയിട്ടിരിക്കുന്നു. ഓ, ഇന്നലത്തെ ഉറക്കം ഇതിനകത്തായിരുന്നു. വണ്ടിയുടെ ഡോർ തുറന്ന് ജിജോ പുറത്തിറങ്ങി. ദീപക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നല്ല ഉറക്കമാണ്. കുറച്ചകലെ ഒരു ചെറിയ പെട്ടിക്കട കണ്ടു. അത് ലക്ഷ്യമാക്കി ജിജോ മുന്നോട്ട് നടന്നു. നല്ല കോടമഞ്ഞും തണുപ്പും. പെട്ടിക്കടയിൽ ഏതാനും ചിലർ ഇരുന്ന് ചായ കുടിക്കുന്നു. എല്ലാം തമിഴന്മാരാണ്. കിളവന്മാർ ബീഡിയും വലിച്ച് പുകയൂതി അതിനൊപ്പം ചായയും കുടിച്ച് തമിഴ് പത്രവും വായിച്ചിരിക്കുന്നു. അണ്ണാ, 2 ടീ, 2 സിഗരറ്റ്. അണ്ണാ, ഇതെന്ത് ഏരിയ? കേരള തമിഴ്നാട് ബോർഡറാ? കേരളാവാ? എന്നാ സാമി കാലേ സരക്കടിച്ചിരിക്കാ? ഇത് കൊടുവിലാർപാട്ടി, തേനി ഡിസ്ട്രിക്റ്റ്. തേനിയോ? ജിജോയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭൂതതെരുവിൽ നിന്നും രാത്രി പുറപ്പെട്ടത് തേനിക്കായിരുന്നു. മഴയായതുകൊണ്ട് ഒരു തേങ്ങയും മനസ്സിലായുമില്ല. എന്നാലും പോലീസ് ഓഫീസറായ ഇങ്ങേരെന്തിനാണ് ഓടി ഒളിച്ചത്? ആകെ മൊത്തത്തിൽ ദുരൂഹതയാണല്ലോ. ചായയും സിഗരറ്റും വാങ്ങി ജിജോ വണ്ടിക്കരികിലേക്ക് നടന്നു. അയാൾ ദീപകിനെ വിളിച്ചുണർത്തി. ആ, ഗുഡ് മോർണിംഗ്. നീ നേരത്തെ എഴുന്നേറ്റോ? ഉച്ചയിൽ വെയിലടിക്കും വരെ കിടന്നുറങ്ങാൻ ഇത് വീടോ ലോഡ്ജോ ഒന്നുമല്ലല്ലോ സർ, റോഡല്ലേ. ഓ, ഞാനത് മറന്നു. സാറേ, നമ്മൾ എന്തിനാണ് ഈ അടിപ്പെട്ടിയിൽ വന്നത്? ആ ജിജോ, ഞാനത് പറയാൻ മറന്നു. ആ ലോഡ്ജിലെ സംഭവം കഴിഞ്ഞ് നമ്മൾ പുറപ്പെട്ടപ്പോൾ കുറച്ചു ദൂരം പിന്നിട്ട് ഗണേശ് വിളിച്ചിരുന്നു. അരുണിന്റെ വണ്ടി ആക്സിഡന്റ് ആയ ആ ലോറിയും ലോറിക്കാരനും ഇവിടെ ഈ തേനി ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന്. ഗണേശൻ അതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നത്രേ. സാർ, എന്നിട്ട് എന്നോട് എന്തേ പറയാതിരുന്നത്? താൻ നല്ല ഉറക്കമായിരുന്നടോ. ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വെച്ചു. അയാൾ എവിടെയാണ്? അഡ്രസ്സ് അറിയാമോ? അഡ്രസ്സ് ഒന്നും അറിയില്ല. തേനിയിൽ എവിടെയോ ആണ്. ആ, ബെസ്റ്റ്. അത് പോട്ടെ, ആ ലോഡ്ജിലെ സംഭവം എന്തായി? അത് ഡെഡ് ബോഡി ആയിരുന്നോ? ആ കാണാതായ പയ്യന്റെ ആണോ? ഏയ്, അതൊരു കാട്ടുപന്നിയുടെ മാംസങ്ങളുടെ അവശിഷ്ടങ്ങളായിരുന്നു. കോൾ ചെയ്തപ്പോൾ ഗണേശൻ ഇതും കൂടി പറഞ്ഞു. കാട്ടുപന്നിയോ? അതെങ്ങനെ ആ സമയം ആ റൂമിൽ വന്നു? രാത്രി ആരാണ് അതിന്റെ പിറകുവശത്തൂടെ ഓടിയത്? ജിജോ, എന്താ ആലോചിക്കുന്നേ? സാർ, അതെങ്ങനെ ആ റൂമിൽ വന്നു? അത് ഗണേഷ് അന്വേഷിക്കുന്നുണ്ട്. ആ ലോഡ്ജിലെ തമിഴനും അവിടുത്തെ റൂം ബോയ് എല്ലാം മിസ്സിംഗ് ആണ്. ഇപ്പോ നമ്മളും മിസ്സിംഗ് അല്ലേ സാർ? ആ, അത് വിട്. എന്തായാലും ജിജോ, തേനി എത്തിയില്ലേ? നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തേനി മൊത്തം ഒന്ന് കറങ്ങാം. തേനിയുടെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ച് അവർ യാത്ര തുടർന്നു. തേനിയിലെ യാത്രക്കിടയിലാണ് ഗണേശൻ വീണ്ടും ദീപകിനെ വിളിച്ചത്. കാണാതായ എബിൻ എന്ന യുവാവ് തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറിയിട്ടുണ്ടാവാം എന്നൊരു സംശയം അവർ ഉന്നയിച്ചു. അതിന് കാരണമായി അവർ പറയുന്നത്
രണ്ടാഴ്ച മുമ്പ് ഭൂതത്തേരു ടൗണിലെ ഒരു വസ്ത്രവ്യാപാര കടയിലെ CCTV ക്യാമറയിൽ എബിനെ പോലെയുള്ള ഒരാൾ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയിൽ കയറി പോകുന്നതായി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എബിൻ തേനിയിലുണ്ടാവും. ആ ഡ്രൈവറെയും എബിനെയും ഒരുമിച്ച് പൊക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ദീപക്. ഉച്ചയോടെ അലച്ചൽ നിർത്തി അവർ തേനിയിലൊരു ലോഡ്ജിൽ മുറിയെടുത്തു. ആ ജിജോ, താനൊരു കുളിയൊക്കെ കുളിച്ച് രണ്ടെണ്ണം അടിച്ച് ഒന്ന് സുഖായി ഉറങ്ങൂ. ഞാനിപ്പോ വരാം. എവിടെ പോവാണ് സർ? ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിക്കട്ടെ. ഞാനും വരാം സർ. ഏയ് വേണ്ടടോ, ഒരുപാട് യാത്ര ചെയ്തതല്ലേ, താൻ റെസ്റ്റ് എടുക്ക്. പിന്നെ അടിച്ചു തീർക്കരുത്, ഞാൻ വേഗം വരും കേട്ടോ. ദീപക് ചിരിച്ചുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്ത് പുറത്തിറങ്ങി. ഉച്ചയ്ക്ക് പുറത്തുപോയ ദീപക് തിരിച്ചു വന്നത് വൈകുന്നേരം 6 മണിയോടുകൂടിയായിരുന്നു. ദീപക് വന്ന് കതകിൽ മുട്ടി വിളിച്ചിട്ടും ജിജോ ഡോർ തുറന്നില്ല. ജിജോ, ഇവനിത് എവിടെ പോയി കിടക്ക? ആ ഫുൾ ബോട്ടിൽ അടിച്ചു തീർത്ത് ഓഫായി കിടക്കുമായിരിക്കും. ജിജോ, വാതിൽ തുറക്ക്. ദീപക് പുറത്തുനിന്ന് കതകിൽ മുട്ടി വിളിക്കുന്നത് കേട്ട ആ ലോഡ്ജിലെ ക്ലീൻ ചെയ്യുന്ന ഒരു പയ്യൻ പറഞ്ഞു. അവരിങ്കില്ല സാർ. എവിടെ പോയി? തെരിയാത് സാർ. കീങ്ക റിസപ്ഷനിൽ കൊടുത്തിർക്ക്. താക്കോൽ വാങ്ങി റൂമിലെത്തി ദീപക് ജിജോയുടെ ഫോണിൽ ട്രൈ ചെയ്തു. അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ രാത്രി വരെ കാത്തുനിന്നു. ജിജോ വന്നില്ല. അടുത്ത ദിവസം തമിഴ് പത്രങ്ങളിൽ വന്ന ന്യൂസ് 2 കൊലപാതകങ്ങളുടേതായിരുന്നു. ഒന്ന് തേനിക്കടുത്തുള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു ലോറി ഡ്രൈവർ മുത്തുസ്വാമിയുടെ കൊലപാതകം. രാത്രി അയാളുടെ വീടിനടുത്തുള്ള റോഡിനരികിൽ നിർത്തിയിട്ട ലോറിയിലാണ് മരിച്ച നിലയിൽ അയാളെ കണ്ടത്. കത്തികൊണ്ട് നെഞ്ചിൽ ആഴത്തിലുള്ള കുത്തുകൊണ്ടാണ് അയാൾ കൊല്ലപ്പെട്ടത്. രണ്ടാമത്തെ കൊലപാതകം തേനിക്കടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ റോഡിനരികിൽ വണ്ടിയിടിച്ച് മരിച്ച നിലയിൽ ഒരു മലയാളി പയ്യന്റെ ബോഡിയായിരുന്നു. ബോഡിയിൽ നിന്നും പോലീസിന് കിട്ടിയ പേഴ്സിൽ അയാളുടെ ഐഡന്റിറ്റി കാർഡിൽ എബിൻ എന്നാണ് കണ്ടത്. അതൊരു ആക്സിഡന്റ് അല്ല, കൊലപാതകമാണെന്ന് പറയാൻ കാരണം അയാളുടെ നെഞ്ചിലും ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിരുന്നു. മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള മുറിവ്. കൊല്ലപ്പെട്ട 2 പേരിൽ ആദ്യത്തെയാൾ മുത്തുസ്വാമി, അരുണിന്റെ മരണത്തിന് കാരണമായ അന്നത്തെ ലോറി ഡ്രൈവർ. രണ്ടാമത്തെയാൾ എബിൻ, ആ അരുണിന്റെ മരണം കണ്ട ദൃക്സാക്ഷികളിൽ ഒരാൾ. ഈ 2 പേരെയും അന്വേഷിച്ചാണ് ദീപക് തേനിയിലേക്ക് വന്നത്. വാർത്ത അറിഞ്ഞതോടെ ഗണേശൻ ദീപകിനെ വിളിച്ചു. സാറേ, ഞാൻ രാത്രി കുറേ ട്രൈ ചെയ്തു. സാറിനെ ഫോണിൽ കിട്ടിയില്ല. ആ എബിന്റെ ബോഡി തേനിയിൽ നിന്ന് കണ്ടെത്തി. കൊലപാതകമായിരുന്നു. ആ ഗണേഷ്, ഞാൻ അറിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ കൂടെയുള്ള ജിജോയെ ഇന്നലെ ഉച്ച മുതൽ കാണാനില്ല. സാർ. അടുത്ത ദിവസം പകൽ ഭൂതത്തെരുവിലെത്തിയ ദീപക് ഗണേഷിനെയും കൂട്ടി വൈകുന്നേരം എബിന്റെ വീട്ടിലേക്ക് പോയി. അവന് അച്ഛനും അമ്മയും ഒരു സഹോദരിയുമാണ് ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായ മരണം ആ കുടുംബത്തെ തളർത്തിയിരുന്നു. കൊലപാതകമാണെന്നറിഞ്ഞ നാട്ടുകാരിലും ഞെട്ടൽ മാറിയിട്ടില്ലായിരുന്നു. അവന്റെ അച്ഛന്റെ സഹോദരനെന്ന് പരിചയപ്പെടുത്തി അവരുടെ അടുത്തേക്ക് വന്ന വേണു എന്ന് പറഞ്ഞയാളോട് ദീപക് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ എബിൻ എന്തിനാണ് നാടുവിട്ടു പോയത്? സാറേ, നല്ല പയ്യനായിരുന്നു അവൻ. പഠിച്ച് നല്ല ജോലിയും നേടി. കുടുംബത്തിലെ കാര്യങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നോക്കിയിരുന്നവനാണ് അവൻ. ഇൻഫോ പാർക്കിലായിരുന്നു ജോലി. എന്നാൽ കഴിഞ്ഞ 1 മാസമായി ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ ഒരേ ഇരിപ്പായിരുന്നു. ചോദിച്ചിട്ട് അവൻ പറഞ്ഞത് ജോലി സ്ഥലത്ത് ചെറിയ പ്രശ്നമുണ്ട്, അങ്ങോട്ട് പോവാൻ കഴിയില്ല എന്നൊക്കെയാണ്. പെട്ടെന്നാണ് ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിപ്പോയത്. ശരി. ആ ഗണേഷ്, താൻ വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തണം. പിന്നെ നാട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും നോക്കണം. ഓക്കെ ഓക്കെ സർ. ഗണേഷിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞത് എബിന് ചില ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നെന്നും അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പിന്നീട് ജോലിക്കൊന്നും പോവാതെ നാട്ടിൽ തിരിച്ചെത്തി ഒളിച്ചു താമസിക്കലും മറ്റുമായിരുന്നു എന്നായിരുന്നു. കൊട്ടേഷൻ സംഘമാവാം എബിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഊഹിച്ചു. 1-2 ദിവസത്തിന് ശേഷം ദീപകിന്റെ വീട്ടിലെ കോളിംഗ് ബെൽ അടിച്ചു. ദീപക് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. വാതിൽ തുറന്നു. പുറത്ത് ആരെയും കാണുന്നില്ല. ആരാണ് ബെല്ലടിച്ചത്? ഇനി തോന്നിയതാവുമോ? ഏയ്. അയാൾ തിരികെ വാതിലടച്ച് കയറാനൊരുങ്ങവേ ഉമ്മറത്ത് ചെളി പതിഞ്ഞ ഏതോ ചെരുപ്പിന്റെ അടയാളം കണ്ടു. അപ്പോ ആരോ വന്നിരുന്നു.
ദീപക് അകത്ത് ചെന്ന് ഒരു കോഫി ഇട്ടു. സോഫയിൽ വന്നിരുന്ന് മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കാൻ ഒരുങ്ങവേ SI ഗണേഷിന്റെ കോൾ വന്നു. ആ ഗണേഷ് പറയൂ. സാറേ എന്തൊക്കെയുണ്ട്? സാറിനെ പിന്നെ ഈ വഴിക്കൊന്നും കണ്ടതുമില്ല, വിളിയുമില്ല. അതാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഓ, ഞാൻ മറ്റൊരു കേസിന്റെ കാര്യവുമായി ഇത്തിരി തിരക്കിലായിപ്പോയി. പിന്നെ പറയൂ, എന്തൊക്കെയുണ്ട് ഗണേഷ്? സാറേ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഓ, പിന്നെന്താ? ഫ്രീ ആകുമ്പോൾ വീട്ടിലേക്ക് വാ. ഞാൻ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവും. ശരി സർ. ഗണേഷിന്റെ കോൾ കട്ടായതും ദീപക് ആലോചിച്ചു. എന്തിനായിരിക്കും ഗണേഷ് കാണണമെന്ന് പറഞ്ഞത്? കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഗണേഷിന്റെ വണ്ടി ദീപകിന്റെ വീടിന് മുന്നിൽ വന്ന് നിർത്തി. ഗണേഷ് ഇറങ്ങി കോളിംഗ് ബെല്ലടിച്ചു. ദീപക് വാതിൽ തുറന്നു. ഗണേഷിനെ അകത്തേക്ക് ക്ഷണിച്ച് കുറച്ചു സമയം വിശേഷങ്ങൾ പങ്കുവച്ചതിനു ശേഷം ഗണേശൻ ദീപകിനോട് ചോദിച്ചു, സാറേ, സാർ എന്തിനാണ് ആ പഴയ ആക്സിഡന്റ് കേസിന്റെ പുറകെ പോയത്? എന്തു പറ്റിയടോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? അതല്ല സാർ, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആക്സിഡന്റ്. അതിന്റെ പുറകെ സാറും പിന്നെ കൂടെ ഒരാൾ നടന്നു. പക്ഷേ സാറിന് പുതുതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ആക്സിഡന്റിലെ ജീവിച്ചിരിക്കുന്ന ഏക ദൃക്സാക്ഷി കൊല്ലപ്പെട്ടതും ആ സമയത്തായിരുന്നു. മാത്രമല്ല, ഈ അടുത്ത് മറ്റൊരു സംഭവം കൂടെ ഞാൻ അറിഞ്ഞു. ആ യബിൻ എന്ന പയ്യൻ കൊല്ലപ്പെട്ട അന്ന് തന്നെ തേനിയിലെ മറ്റൊരു ഗ്രാമത്തിൽ മുത്തുസ്വാമി എന്ന ലോറി ഡ്രൈവർ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട വ്യക്തിയായിരുന്നു അന്ന് അരുൺ ആക്സിഡന്റ് ആയ ലോറി ഓടിച്ചിരുന്നത്. ഈ രണ്ടുപേരും കൊല്ലപ്പെടുന്ന അന്ന് സാറും പിന്നെ കൂടെയുള്ള ജിജോയും തേനിയിലുണ്ടായിരുന്നു. താൻ പറഞ്ഞു വരുന്നത്? അതെ സാർ. സാർ ഒന്ന് ആലോചിച്ചു നോക്ക്. ജിജോ എന്നൊരാൾ ഡോക്യുമെന്ററി ചെയ്യാനെന്ന് പറഞ്ഞ് സാറിനെ കാണാൻ സ്റ്റേഷനിൽ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസ് ആക്സിഡന്റ് അല്ല, കൊലപാതകമാണെന്ന് സംശയിച്ച് സാറിനെയും കൂട്ടി അയാൾ ഭൂതത്തെരുവിലെത്തുന്നു. ലോഡ്ജിൽ മുറിയെടുക്കുന്നു. ഉറക്കത്തിൽ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. രാത്രി തന്നെ സാറിനെയും കൊണ്ട് തേനിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ജിജോയെ കാണാതാവുന്നു. അന്ന് തന്നെ അവിടെ രണ്ടുപേർ കൊല്ലപ്പെടുന്നു. അതും ഈ കേസിലെ പ്രധാന ദൃക്സാക്ഷികൾ. ശരിക്കും ജിജോയുടെ കളിയല്ലേ ഇത്? ദീപക് കയ്യിലുള്ള സിഗരറ്റ് കത്തിച്ച് എഴുന്നേറ്റ് ജനാലയുടെ അരികിൽ പോയി നിന്നു. ഗണേഷ് പറഞ്ഞു വരുന്നത് ഈ സംഭവത്തിന് പിന്നിൽ ജിജോ ആണെന്നാണോ? ദീപക് ഒന്ന് ചിരിച്ച ശേഷം വീണ്ടും അയാൾ തുടർന്നു. പക്ഷെ ഗണേഷ്, എന്നോ ഒരിക്കൽ ആക്സിഡന്റ് ആയ സംഭവം, അതൊക്കെ പൂട്ടിക്കെട്ടി പൊടിപിടിച്ചു പോയ ഒരു കേസ് എന്തിന് അയാൾ സംശയം പറഞ്ഞ് വീണ്ടും പുറത്തെടുത്തു? അയാളാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ അയാൾ തന്നെ ഇത് കൊത്തിപ്പോക്കാൻ മുന്നിൽ നിൽക്കുമോ? അവിടെയാണ് സാറേ അയാളുടെ ബുദ്ധി. ഈ ആക്സിഡന്റ് കേസ് ജിജോ വന്ന് പറഞ്ഞില്ലെങ്കിലും സത്യാവസ്ഥ പറയാൻ ഒരാൾ സന്നദ്ധനായി നിൽപ്പുണ്ടായിരുന്നു. അയാളായിരുന്നു എബിൻ. എന്ത്? അതെങ്ങനെ? സർ, ജിജോ സാറിനെ കാണാനായി സ്റ്റേഷനിൽ വരുന്നതിന്റെ 2 ദിവസം മുൻപ് എബിൻ കൂട്ടുകാരോടൊത്ത് മൂന്നാറിൽ ടൂറ് പോയപ്പോൾ കുറച്ചു കാര്യങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. എബിൻ കൂട്ടുകാരോടൊത്ത് ടൂർ പോയ ദിവസം. എന്താടോ ഇവനെ, താൻ കുറച്ച് ദിവസമായല്ലോ, ഫുൾ ഡള്ളാണല്ലോ. എന്തു പറ്റിയടാ? ഏയ് ഒന്നുമില്ലടാ ശരത്തെ. എടാ, ഈ ട്രിപ്പ് പോലും നിന്നെ ഒന്ന് മൂടാക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തതാ. ഡാ പറയടേ ബിനെ, എന്താ നിന്റെ പ്രശ്നം? എടാ, എൻ്റെ മനസ്സിൽ ഒരു സംഭവം നീറിപ്പുകയാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ വെച്ച് ഒരാൾ ലോറിയിടിച്ച് മരിച്ചിരുന്നു. അത് ആക്സിഡന്റ് ആയിരുന്നില്ല, കൊലപാതകമായിരുന്നു. അതിൻ്റെ സത്യങ്ങൾ എനിക്കറിയാം. അത് ഇനിയെങ്കിലും പോലീസിനോട് പറഞ്ഞില്ലെങ്കിൽ പഴയ എബിനായി എനിക്ക് മാറാൻ കഴിയില്ലടാ. എടാ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇപ്പോൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? വിശ്വസിക്കും. അതിനു മുമ്പ് ഒരു യാത്ര പോണം, ഒരാളെ തേടി, തമിഴ്നാട്ടിൽ. ഇവൻ ഇതെന്തൊക്കെയാ പറയുന്നേ? കഞ്ചാവടിച്ച് പ്രാന്തായി പോയെന്നാ തോന്നുന്നത്. പോടാ. ഇതാടാ നിന്നോടൊന്നും ഇതുവരെ ഞാനൊന്നും പറയാതിരുന്നത്. നീ ഒന്നും വിശ്വസിക്കില്ല, ആരും വിശ്വസിക്കില്ല. ആ പോട്ടേടാ, നീ പറയ്. പിന്നെന്തേ ഈ കാര്യം അന്ന് പോലീസിനോട് പറയാതിരുന്നത്? അതിനൊരു കാരണമുണ്ട്. ആ ആക്സിഡന്റിന് സാക്ഷി ഞാൻ മാത്രമല്ലായിരുന്നു. വിനോദിന്റെ അച്ഛൻ ഗോപാലേട്ടൻ, ടെയ്ലർ, ബാബുവേട്ടൻ, പിന്നെ ജോണിച്ചായൻ, ഇവർ മൂന്നുപേരും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ആക്സിഡന്റ് കഴിഞ്ഞ ഉടൻ ഞങ്ങൾ ഓടാനൊരുങ്ങവേ ബാബുവേട്ടന്റെ കടയുടെ മുന്നിൽ ഒരു കാർ വന്ന് നിർത്തി. മുഖം മറച്ച ഒരാൾ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ഞങ്ങൾക്ക് കുറച്ച് പണം തന്നു.
അയാൾ പറയുന്ന പോലെ പോലീസിനോടും ഹോസ്പിറ്റലിലെ ഡോക്ടറിനോടും പറയാൻ ആവശ്യപ്പെട്ടു. പോവുമ്പോൾ അയാൾ പറഞ്ഞു, സഹകരിച്ചാൽ മരണം വരെ പൈസ തന്നുകൊണ്ടേയിരിക്കുമെന്നും. അത് പറഞ്ഞ് അയാൾ പോയി. എന്നിട്ട് അയാൾ പറഞ്ഞ പോലെ ചോര വാർന്നൊലിച്ച ചെറുപ്പക്കാരനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ലോറി ഡ്രൈവറെയും കൂടെ കൂട്ടി. പോലീസ് വന്ന് ഞങ്ങളോട് ചോദിച്ചു. ആക്സിഡന്റ് ആയിരുന്നു, ബൈക്ക് അമിത വേഗത്തിൽ വന്നതാണ് കാരണമെന്ന് അയാൾ പറഞ്ഞു തന്ന പോലെ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ അയാൾ വന്നോ? എല്ലാ ശനിയാഴ്ചയും രാത്രി ബാബുവേട്ടന്റെ കട അടക്കാൻ നേരം വരും. കാറിൽ നിന്ന് പുറത്തിറങ്ങില്ല. 4 പൊതികളിൽ പണമേൽപ്പിച്ച് അയാൾ പോവും. ഞങ്ങൾക്കുള്ള പണം. എന്നിട്ട് എത്ര കാലം അയാൾ പണം തന്നു? ആ ഇടയ്ക്ക് ജോണിച്ചായൻ അറ്റാക്ക് വന്ന് മരിക്കാനിടയായി. അതിനുശേഷം അയാൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ വരാറുള്ളൂ. 3 പൊതികളുമായി. പിന്നെ ഗോപാലേട്ടൻ അമിതമായി മദ്യപിച്ച് വീടിനടുത്തുള്ള വഴിയിൽ വീണു മരിച്ചു. അതിനുശേഷം 2 മാസത്തിലൊരിക്കൽ 2 പൊതിയുമായി അയാൾ വരും. പിന്നെ കുറെ കാലത്തിനു ശേഷം ബാബുവേട്ടൻ വീട്ടിലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം കടയിൽ തൂങ്ങി മരിച്ചു. അതിനുശേഷം 3 മാസം കഴിഞ്ഞ് അയാൾ എൻ്റെ വീടിനടുത്ത് രാത്രി വന്നു, ഒരു പൊതിയുമായി. പിന്നെ പിന്നെ എന്തുണ്ടായടാ? അവസാനം വീട്ടിൽ വന്നപ്പോൾ തന്ന പൊതിയിൽ കഞ്ചാവായിരുന്നു. അത് അയാൾ പറയുന്ന അഡ്രസ്സിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. പണി കഴിഞ്ഞ് വന്നാൽ ലക്ഷങ്ങൾ ഒരുമിച്ച് മുന്നിലേക്ക് ഇട്ടുതരും എന്നയാൾ പറഞ്ഞു. അതൊരു ട്രാപ്പായിരുന്നു. ഞാൻ പൊതിയുമായി പോയത് ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഇടയിലായിരുന്നു. അവർ അവിടെ വച്ച് എന്നെ തീർക്കാൻ നോക്കി. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ പോലീസ് വീട്ടിലെത്തി. കൊട്ടേഷൻ സംഘവുമായി എനിക്ക് ബന്ധമുണ്ടെന്നും പറഞ്ഞ് അവർ എന്നെ പിടിച്ചുകൊണ്ടുപോയി. ഓ, അങ്ങനെയാണ് അന്ന് പോലീസ് കേസ് ആയതല്ലേ? ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പോലീസിനോട് പറയണം. പക്ഷേ മുഖം മറച്ച അയാൾ ആരാണെന്ന് എങ്ങനെ തിരിച്ചറിയും? അതിന് ആ ലോറി ഡ്രൈവർ തമിഴനെ കണ്ടെത്തണം. അയാൾക്കറിയാൻ കഴിയും ആ കൊലയാളിയെ. ഗണേശന് ഈ വിവരങ്ങളൊക്കെ എങ്ങനെ കിട്ടി? എബിന്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയതാണ് സാറേ. ഗുഡ് ജോബ് ഗണേഷ്. ശരി, പക്ഷേ കൊലയാളി ആരാണെന്ന് അയാൾക്കറിയില്ലല്ലോ. തമിഴനെ തേടിപ്പോയിട്ട് അവർ രണ്ടുപേരും കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നിൽ ജിജോ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടെ എബിനറിയാമായിരുന്നു. അതറിഞ്ഞതിനു ശേഷമാണ് അയാൾ എവിടെയും പോവാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞത്. എന്തായിരുന്നു അത്? എബിൻ തേനിയിലേക്ക് പുറപ്പെടും മുമ്പ് കൂട്ടുകാരനായ ശരത്തിനെ വിളിച്ചു പറഞ്ഞത്. അന്നത്തെ സാക്ഷികളായ ഗോപാലൻ, ജോണി, ടൈലർ ബാബു ഇവർ 3 പേരും കൊല്ലപ്പെട്ടതാണെന്നായിരുന്നു. കൊല ചെയ്തത് ആ പണം കൊടുത്ത കൊലയാളി തന്നെ. എങ്ങനെ കൊലകൾ നടത്തി എന്നതിനെക്കുറിച്ച് അവൻ പറഞ്ഞില്ലാത്രേ. പക്ഷേ അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൊലപാതകത്തിന് സാക്ഷികളെ സൃഷ്ടിച്ചു. അത് ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ പണം കൊടുത്ത് സാക്ഷികളെ സ്വാധീനിച്ചു. കേസ് അവസാനിപ്പിച്ചതിന് ശേഷം പതിയെ സാക്ഷികൾക്ക് പണം കൊടുത്ത് പോറ്റി വളർത്തി. ഓരോരുത്തരെ നൈസായി കൊല്ലുന്ന ഒരു സൈക്കോ രീതി. അങ്ങനെയൊരു പാറ്റേൺ അയാൾ സ്വീകരിച്ചു. അവസാനത്തെ ഇര എബിനെ പലപ്പോഴായി അയാൾക്ക് നഷ്ടപ്പെട്ടു. ഗണേഷ്, ഇനിയും താങ്കൾ ജിജോയിൽ എത്തിച്ചേർന്ന ആ പോയിന്റ് പറഞ്ഞില്ല. ഇടക്കാലത്ത് എബിനും സുഹൃത്തുക്കളും ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായി തയ്യാറെടുത്തിരുന്നു. അതിന്റെ ഡയറക്ടർ ഈ ജിജോ ആയിരുന്നു. അതിന്റെ തെളിവ് എനിക്ക് ലഭിച്ചു. അങ്ങനെ എബിനെ അറിയാവുന്ന ജിജോ അയാളെക്കുറിച്ച് നമ്മളോട് കേസിന്റെ തുടക്കം മുതൽ സംസാരിച്ചിട്ടേയില്ല എന്നത് ഒരു സംശയമായി എനിക്ക് തോന്നി. മറ്റൊന്ന്, അരുണിന്റെ ഭാര്യ വിനീതയെയും ഈ ജിജോയും തമ്മിൽ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കണ്ടവരുണ്ട്. കോഫി ഷോപ്പിൽ, മാളിൽ, ലൈബ്രറിയിൽ. അതും എന്റെ സംശയം വർദ്ധിപ്പിച്ചു. അപ്പോൾ ജിജോ ആണ് തേനിയിൽ വെച്ച് എബിയെയും മുത്തുസ്വാമിയെയും കൊന്നത്. ശേഷം അയാളെ കാണാതായി. അതെ സർ. എന്തായാലും ഗണേഷ് കൊള്ളാം. ശരി, എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ സർ. അവർ പരസ്പരം കൈകൊടുത്ത് പിരിഞ്ഞു. ഗണേഷ് പോയതിനു ശേഷം ദീപക് ചിന്തിച്ചു. അപ്പോൾ ഇനി വിനീതയെ ചോദ്യം ചെയ്താൽ ആൾ എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റും. അടുത്ത ദിവസം പകൽ പത്രത്തിലെ പ്രധാന തലക്കെട്ട്. ഭൂതത്തെരു കുപ്പം കായലിന് സമീപം പോലീസ് ജീപ്പ് പാലത്തിൽ നിന്നും നിയന്ത്രണം വിട്ട് കായലിലേക്ക് മറിഞ്ഞു. ജീപ്പിലുണ്ടായിരുന്ന സ്ഥലം എസ് ഐ ഗണേശൻ മരണപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ഡ്രൈവറിനുള്ള തിരച്ചിൽ തുടരുന്നു. എസ് ഐ ഗണേശന്റെ മരണം ഡിപ്പാർട്ട്മെന്റിലും സഹപ്രവർത്തകർക്കിടയിലും ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതാവാം എന്ന നിഗമനത്തിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചേർന്നു.
ഗണേശന്റെ മരണത്തിനു ശേഷം സ്ഥലം എസ് ഐ ആയി ചുമതലയേറ്റത് തിരുവനന്തപുരത്തുള്ള മിടുക്കനായ ഓഫീസർ വിനോദ് കുമാർ ആയിരുന്നു. ചെറുതും വലുതുമായ എല്ലാ കേസുകളെക്കുറിച്ചും വിശദമായി പഠിച്ച് അതിന്റെ എല്ലാ ചുരുളുകളും അഴിച്ച് പരിശോധിക്കുകയും ചെയ്യുന്ന നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് വിനോദ് കുമാർ. വിനോദ് കുമാർ ചാർജെടുത്ത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗണേശനും ഡ്രൈവർക്കും അപകടമുണ്ടായ കുപ്പം കായലിനരികിലുള്ള പാലത്തിൽ അയാൾ ഒരു രാത്രിയിലെത്തി കുറച്ചു പരിശോധിച്ചു. അപകടമരണമായാൽ പോലും ചുമ്മാ ചികഞ്ഞു നോക്കുക അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വേളയിലാണ് വിനോദ് ആ രാത്രി പാലത്തിനരികിലെത്തിയത്. നിരവധി പ്രമാദമായ കേസുകൾ അന്വേഷിച്ച വിനോദിന് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ടായി. ഉടൻ തന്നെ അയാൾ ഫോണെടുത്ത് സ്റ്റേഷനിലെ മറ്റൊരു പോലീസുകാരനായ സുധാകരനെ വിളിച്ചു. സുധാകരൻ, ഗണേശിന്റെ മരണത്തിനിടയാക്കിയ വണ്ടി ഇപ്പോൾ എവിടെയാണ്? എന്തിനാ സാറേ? അത് കുപ്പത്തെ വർക്ക്ഷോപ്പിലുണ്ട്. അതിന്റെ വർക്ക് അവർ തുടങ്ങിയോ? താൻ അന്വേഷിച്ചോ? എവിടെന്ന്? ഞാൻ ഇന്നലെയും വിളിച്ചു നോക്കി. 2 ആഴ്ച കഴിഞ്ഞ് തരാം, തുടങ്ങിയില്ല എന്ന് പറഞ്ഞു. ആള് നമ്മുടെ ഒരു സ്നേഹിതനാണ്. എന്തിനാ സാറേ? പെട്ടെന്ന് പണി കഴിച്ച് റെഡിയാക്കാൻ പറയട്ടെ? വരട്ടേടോ, നമുക്ക് നാളെ ആ വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോണം. ആ വണ്ടി എനിക്കൊന്ന് കാണണം. അടുത്ത ദിവസം വിനോദ് കുമാറും സുധാകരനും വർക്ക്ഷോപ്പിലെത്തി വണ്ടി നന്നായി പരിശോധിച്ചു. വിനോദ് കുറച്ച് ഫോട്ടോ എടുത്തു. അയാൾ നേരെ പോയത് DVSP ചന്ദ്രചൂഡന്റെ അടുത്തേക്കായിരുന്നു. സാർ, SI ഗണേശിന്റെ മരണം കൊലപാതകമാണ്. വാട്ട്? ചന്ദ്രചൂഡൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അതെ സാർ, വണ്ടി നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞതല്ല, മറ്റൊരു വണ്ടി കൊണ്ട് തള്ളിയിട്ടതാണ്. ഒരു ലോറി കൊണ്ട്. വിനോദിന് ഈ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു? പറയാം സാർ. എനിക്കെന്തോ ഒരു സംശയമുള്ളതുകൊണ്ട് സുധാകരനെയും കൂട്ടി ഞാൻ വർക്ക്ഷോപ്പിൽ പോയി. വണ്ടി പരിശോധിച്ചപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ലായിരുന്നു. വണ്ടിയുടെ പുറകുവശത്തെ പെയിന്റ് നല്ലപോലെ ഇളകിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു നിറവും കാണപ്പെട്ടു. വിശദമായ പരിശോധനയിൽ മറ്റൊരു വാഹനം ഇടിച്ചിട്ടതാണെന്ന് മനസ്സിലായി. അതൊരു വലിയ ലോറിയാവാം എന്നൊരു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. സർ, കാര്യങ്ങൾ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാനായി ആ പാലം അവസാനിക്കുന്നതോ തുടങ്ങുന്നതോ ആയ കടകളിലെ CCTV ഞാൻ പരിശോധിച്ചു. ഗണേഷ് പോവുന്ന ആ രാത്രി അദ്ദേഹത്തിന്റെ വാഹനത്തിന് തൊട്ടുപിറകെ തമിഴ് പേരെഴുതിയ ഒരു ലോറി അതിവേഗം പോകുന്നത് കണ്ടു. പാലത്തിനപ്പുറത്തുള്ള കടയിലെ CCTVയിൽ ആ ലോറി അതിവേഗത്തിൽ തന്നെ പോകുന്നതും കണ്ടു. ആരായിരിക്കും? ഇനി ഒരുപക്ഷെ അമിത വേഗത്തിൽ പോയ ലോറി അറിയാതെ ചെന്നിടിച്ചതായിരിക്കുമോ? നോ സർ, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. അതിനും തെളിവുകളുണ്ട്. വിനോദ്, താങ്കൾ ഈ ന്യൂസ് പുറത്തുവിടണ്ട. ആ ലോറിയുടെ നമ്പർ ട്രേസ് ചെയ്ത് ആളെ പോക്കണം. ചോദ്യം ചെയ്യലിന് ശേഷം മതി മാധ്യമങ്ങളോടും മറ്റും അറിയിക്കാൻ. ഓക്കെ സർ, ഞാൻ അന്വേഷിക്കാം. സ്റ്റേഷനിലെത്തിയ വിനോദ് മറ്റുള്ള പോലീസുകാരോട് ഗണേശിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊരു ശത്രുത ആർക്കുമില്ല. അങ്ങനെയൊരു പോലീസുകാരനല്ല ഗണേശ് എന്ന് എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞു. എന്റെ സാറേ, വളരെ സ്നേഹമുള്ള മനുഷ്യനും എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറുന്നയാളും പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്ന് പോലും നോക്കാതെ നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന ഈ സ്റ്റേഷൻ പരിധിയിലെ നാട്ടുകാർക്കും ഞങ്ങൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു ഈ ഗണേഷ് സാർ. അദ്ദേഹത്തിന് ശത്രുക്കൾ ആരും തന്നെ ഇല്ല സർ. എന്നാൽ കൂട്ടത്തിലെ കോൺസ്റ്റബിളായ സേതു വിനോദിനോട് ഒരു സംശയം പ്രകടിപ്പിച്ചു. സാറേ, ഗണേഷ് സാർ കഴിഞ്ഞ 1-2 ആഴ്ചയായി ഒരു കേസിന്റെ കാര്യം പറയാറുണ്ടായിരുന്നു. അതിൽ തമിഴ്നാട്ടിലുള്ള ഒരു ലോറി ഡ്രൈവറെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഭൂതത്തേരു സ്റ്റേഷൻ തമിഴ്നാട് ബോർഡറിനടുത്തുള്ള സ്റ്റേഷനായതുകൊണ്ട് കോൺസ്റ്റബിൾ പറഞ്ഞ ആ സംശയം വിനോദ് മുഖവിലക്കെടുത്തില്ല. 2-3 ദിവസം കഴിഞ്ഞതിനു ശേഷം SI വിനോദ് DYSP ചന്ദ്രചൂഡനെ ഫോണിൽ ബന്ധപ്പെട്ടു. സർ, വിനോദാണ്. ഞാനിപ്പോൾ തെനിയിൽ നിന്നാണ് വിളിക്കുന്നത്. SI ഗണേശിനെ ഇടിച്ചിട്ട ലോറി കണ്ടെത്തി സർ. ഗുഡ്. പ്രതിയെ കിട്ടിയോ? സർ, അവിടെയാണ് കുഴപ്പം. ഈ വണ്ടി മുത്തുസ്വാമി എന്നയാളുടെ പേരിലുള്ള വണ്ടിയാണ്. പുള്ളി കഴിഞ്ഞ 12-ാം തീയതി മരിച്ചു. അതായത് ഗണേഷ് മരിക്കുന്നതിനും 2 ആഴ്ച മുമ്പ്. മുത്തുസ്വാമിയെ ഇവിടുത്തെ ഏതൊക്കെയോ റൗഡികൾ ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് വീട്ടുകാർ പറയുന്നത്. അയാളുടെ മരണശേഷം ഈ ലോറി ആരും എടുത്തിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ വ്യാജ രജിസ്ട്രേഷനിൽ മറ്റൊരു ലോറി കൊണ്ട് ഇടിച്ചതാണ് അല്ലേ? കുഴയ്ക്കുന്ന ജോലിയാണല്ലോ വിനോദ്. വരട്ടെ സാർ, ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കട്ടെ. തിരികെ സ്റ്റേഷനിലെത്തിയ വിനോദ് കോൺസ്റ്റബിൾ സേതുവിനോട് ഒന്നുകൂടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു.
സർ, അത് ദീപക് സാറും ഗണേഷ് സാറും കൂടെയുള്ള ഏതോ ഒരു കേസിന്റെ കാര്യമായിരുന്നു. ദീപക് സാർ കുറച്ചു ദിവസം മുമ്പ് ഈ സ്റ്റേഷനിൽ വന്നു. ഏതോ പഴയ കേസിനെക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൈമാറിയത് ഗണേഷ് സാർ ആയിരുന്നു. അവരുടെ ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് തേനിയിലെ ലോറി ഡ്രൈവറെക്കുറിച്ചും മുത്തുസ്വാമിയെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞത്. ഓക്കെ സേതു, ഞാനൊന്ന് ദീപകിനെ കണ്ട് സംസാരിക്കട്ടെ. വിനോദ് അടുത്ത ദിവസം രാവിലെ തന്നെ ദീപകിന്റെ വീട്ടിൽ പോയി. വരണം വിനോദ്, ഇരിക്കൂ. കുറച്ചു നേരത്തെ വിശേഷങ്ങൾ പങ്കുവച്ചതിനു ശേഷം വിനോദ് കാര്യത്തിലേക്ക് കടന്നു. ദീപക്, ഗണേഷിന്റെ മരണം ഒരു ആക്സിഡന്റ് അല്ല, കൊലപാതകമാണ് എന്നതിന് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി സ്റ്റേഷനിലെ ആർക്കും അറിവില്ല. ഈ അടുത്ത കാലത്ത് ചില പെറ്റി കേസുകൾ മാത്രമാണ് അയാൾ അന്വേഷിച്ചത്. പക്ഷേ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അയാൾ മറ്റൊരു കേസ് അന്വേഷിച്ചിരുന്നു. മിസ്റ്റർ ദീപക് ആയിരുന്നു ആ കേസിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. എന്തായിരുന്നു ആ കേസ്? ഓ, അതൊരു ഡോക്യുമെന്ററി ചെയ്യാൻ ഒരു ജിജോ എന്നൊരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾക്ക് കുറച്ച് കേസിന്റെ റെഫറൻസ് കൈമാറിയ വേളയിൽ അയാൾക്ക് പരിചയമുള്ള ഒരു കേസ് അതിലുണ്ടായിരുന്നു. ഒരു ആക്സിഡന്റ് കേസ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഗണേഷുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഓ, അത് ശരി. അല്ല ദീപക്, അതിൽ ഒരു തമിഴ്നാട് ലോറി തമിഴ് ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? യെസ്, ആ ആക്സിഡന്റിന് കാരണക്കാരൻ ഒരു തമിഴനും അയാളുടെ ലോറിയുമായിരുന്നു. ബൈക്കുകാരന്റെ അമിത വേഗതയായിരുന്നു ആ അപകടം. നമ്മുടെ ഗോപിനാഥ് സാറാണ് ആ കേസ് അന്വേഷിച്ചിരുന്നത്. ദീപക്, ഗണേഷിന്റെ വാഹനത്തെ കായലിലേക്ക് തള്ളിയിട്ടത് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയാണ്. ലോറിയുടെ പേരും മറ്റും അന്വേഷിച്ചെത്തിയത് തേനിയിലെ മുത്തുസ്വാമി എന്ന ആളിലേക്കായിരുന്നു. നിർഭാഗ്യവശാൽ അയാൾ ജീവിച്ചിരിപ്പില്ല. ഈ സംഭവം നടക്കുന്നതിനും 2 ആഴ്ച മുമ്പ് അയാൾ അവിടുത്തെ ലോക്കൽ റൗഡികളുമായുള്ള സംഘട്ടനത്തിൽ കൊല്ലപ്പെട്ടു. വീട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ മുത്തുസ്വാമി മരിച്ചതിനു ശേഷം ആ ലോറി ആരും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോറി വ്യാജനായിരുന്നു. വിനോദ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നിന്ന് ദീപകിനോട് പറഞ്ഞു. ഞാൻ എന്നാൽ ഇറങ്ങട്ടെ ദീപക്, സമയം കിട്ടുമ്പോൾ വരാം. ഓക്കെ വിനോദ്. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ വിനോദ് തിരിഞ്ഞു നിന്ന് ദീപകിനോട് പറഞ്ഞു. കൊലയാളി ഒരു മണ്ടത്തരം കാണിച്ചു ദീപക്. മണ്ടത്തരമോ? എന്തു മണ്ടത്തരം? കൊലയാളിയാണോ മണ്ടൻ, അതോ കൊലയാളിക്ക് കൊട്ടേഷൻ കൊടുത്ത മുതലാളിയാണോ മണ്ടൻ എന്നറിയില്ല. മരിച്ച മുത്തുസ്വാമിയുടെ ലോറി ഇവിടെ എത്തിച്ച് ഗണേഷിനെ കൊന്നത് മണ്ടത്തരമല്ലേ ദീപക്? ആ ലോറിയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും വിനോദ്? മുത്തുസ്വാമി കൊല്ലപ്പെട്ട ശേഷം ലോറി ആരും എടുത്തിട്ടില്ല എന്നല്ലേ അയാളുടെ വീട്ടുകാർ പറഞ്ഞത്. 2 ആഴ്ച മുമ്പ് ഇട്ടിരുന്ന ലോറിയുടെ ടയറിന്റെ അടയാളങ്ങൾ എങ്ങനെ അവിടുത്തെ മണൽത്തരികളിൽ കാണാൻ കഴിയും ദീപക്? അതും 2 മഴകൾ പെയ്ത് തോർന്നിട്ടും. 2 ദിവസം മുമ്പ് കൊണ്ടുചെന്ന് വെച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമായ തെളിവുകൾ എനിക്ക് ലഭിച്ചു. അത് ഓടിച്ചയാളെക്കുറിച്ച് ഏകദേശ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അവനെ കസ്റ്റഡിയിലെടുത്ത് നന്നായി ഒന്ന് പെരുമാറിയാൽ ഈ ഗെയിം ഇവിടെ അവസാനിക്കും. അവനെ നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ പോക്കും. വിനോദ് ലോറി ഓടിച്ചു എന്ന് പറയുന്ന ഡ്രൈവറെക്കുറിച്ച് അന്വേഷിക്കാനായി പുറപ്പെട്ടപ്പോൾ ദീപക് വിനീതയെ ചോദ്യം ചെയ്യാനാണ് പോയത്. വിനീതയിൽ നിന്നും ജിജോയെക്കുറിച്ചുള്ള സൂചന എന്തെങ്കിലും ലഭിക്കും. ജിജോയാണ് ഈ സംഭവത്തിന് പിന്നിലെന്നും നടന്ന കാര്യങ്ങളൊക്കെ വിനോദിനോട് പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ വിനോദ് ജിജോയെ പൊക്കും. ക്രെഡിറ്റ് അയാൾ തട്ടിയെടുക്കുമെന്ന മനോഭാവമാവാം ദീപക് കൂടുതൽ കാര്യങ്ങൾ വിനോദുമായി പങ്കുവയ്ക്കാതിരുന്നത്. ലോറി ഓടിച്ചിരുന്നയാൾ കാപ്പിമല എന്നൊരു സ്ഥലത്തുണ്ടെന്ന് വിവരത്തെ തുടർന്ന് SI വിനോദും കൂട്ടരും കാപ്പിമലയിലേക്ക് പുറപ്പെട്ടു. വിനീതയെ കാണാനുള്ള യാത്രയിലാണ് ദീപക് ഈ വിവരം അറിയുന്നത്. സ്റ്റേഷനിലെ മറ്റൊരു കോൺസ്റ്റബിളാണ് ദീപകിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. കാപ്പിമലയിലേക്ക് പുറപ്പെട്ട വിനോദിന് ജിജോയെ ആയിരിക്കുമോ കണ്ടെത്താൻ കഴിയുന്നത്? എന്തു ചെയ്യും? അയാൾ കുറച്ചുനേരം ആലോചിച്ച ശേഷം വണ്ടി വിനീതയുടെ വീട്ടിലേക്ക് തന്നെ വെച്ചുപിടിച്ചു. വിനീതയുടെ വീടിന്റെ മുന്നിൽ വണ്ടി നിർത്തിയ ദീപക് കുറച്ചുനേരം ആലോചിച്ചു. അവിടെ ഇറങ്ങാൻ നിൽക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അയാൾ മുന്നോട്ടു പോയി. കാപ്പിമലയിലെത്തിയ വിനോദും കൂട്ടരും എസ്റ്റേറ്റിനടുത്തുള്ള ഒരു പഴയ വീട്ടിലേക്കാണ് പോയത്. തേയിലത്തോട്ടത്തിനകലെ ഒറ്റപ്പെട്ട ഒരു വീട്. കൂടെയുള്ള പോലീസുകാരനോട് വീടിന് ചുറ്റും നിൽക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. വിനോദും സേതുവും കതകിൽ മുട്ടി. അകത്തുനിന്നും ജനാലയിൽ കൂടി നോക്കിയ ഒരാൾ പോലീസിനെ കണ്ടതും പുറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്കോടാൻ തുടങ്ങി. പുറകുവശത്ത് തമ്പടിച്ച പോലീസുകാർ അയാളെ പിടികൂടി വിനോദിന്റെ മുന്നിൽ കൊണ്ടുവന്നു. തോക്ക് അയാൾക്ക് നേരെ ചൂണ്ടി വിനോദ് ചോദിച്ചു. പേരെന്നാ? സെന്തിൽ. ഞങ്ങളെ കണ്ടപ്പോൾ എന്തിനാടാ നീ ഓടിയത്? സേതു അവന്റെ കഴുത്തിൽ പിടിച്ച് ചോദിച്ചു.
അയാളെ ചോദ്യം ചെയ്തപ്പോൾ ആ തമിഴനിൽ നിന്നും അത്ര സുഖമല്ലാത്ത കാര്യമായിരുന്നു വിനോദിനും കൂട്ടർക്കും കിട്ടിയത്. ആ തമിഴനോട് വിനോദ് ചോദിച്ചു, നീ ആ ലോറിയെടുത്ത് കേരളത്തിൽ എന്തിനു വന്നു? ആര് പറഞ്ഞിട്ടാണ് എസ് ഐ ഗണേശിനെ നീ കൊന്നത്? എന്നാൽ തമിഴൻ പറഞ്ഞ കഥ മറ്റൊന്നായിരുന്നു. വണ്ടിയെടുത്തത് സത്യമായിരുന്നു. അത് വിനോദ് അവിടെ പോകുന്നതിന്റെ 2 ദിവസം മുൻപാണ് സെന്തിൽ ലോറിയെടുത്തത്. കാട്ടിൽ നിന്നും തേക്കും മറ്റും കടത്താനായിരുന്നു ആ ലോറിയെടുത്തത്. ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസിനെ വെട്ടിച്ച് അവൻ സാധനം കടത്തി. നമ്പർ നോട്ട് ചെയ്ത തമിഴ്നാട് പോലീസ് വീട്ടിൽ വരും എന്നറിഞ്ഞ സെന്തിൽ അവന്റെ അമ്മയുടെ സഹോദരിയായ വരലക്ഷ്മിയോട്, അതായത് മുത്തുസ്വാമിയുടെ ഭാര്യയോട് കാര്യം പറഞ്ഞു. വരലക്ഷ്മിയാണ് എല്ലാരോടും പറഞ്ഞു കൊടുത്തത് മുത്തുസ്വാമി മരിച്ചതിനു ശേഷം ലോറി ആരും എടുത്തിട്ടില്ല എന്ന് കളവു പറയാൻ. തമിഴ്നാട് പോലീസിനെ പ്രതീക്ഷിച്ച അവരുടെ അടുത്തേക്ക് വന്നത് കേരള പോലീസ് ആയതുകൊണ്ട് ആ കളവ് അവർ മാറ്റി പറയാനും നിന്നില്ല. അതുപോലെ തന്നെ പറഞ്ഞു. കൂടുതൽ വിനോദ് അവനെ ചോദ്യം ചെയ്തിട്ടും അവൻ കേരളത്തിൽ വന്നില്ല എന്നും വണ്ടി അതിനു മുമ്പ് ആരും എടുത്തിട്ടില്ല എന്നും കാട്ടിൽ മരം മുറിച്ച കേസിൽ പോലീസ് പിടിക്കുമെന്ന് ഭയന്നാണ് താൻ കാപ്പിമലയിൽ ഒളിച്ചു താമസിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ കേസ് ഉള്ളതാണെന്ന് വിനോദിന് മനസ്സിലായി. സെന്തിലിനെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി അവർ കാപ്പിമല ഇറങ്ങി. ഇനി എന്തു ചെയ്യും സാർ? വണ്ടിയിൽ നിന്ന് സേതു വിനോദിനോട് ചോദിച്ചു. അറിയില്ല സേതു, നോക്കാം. ഡോ, ആ പെട്ടിക്കടയിലും മുന്നിൽ നിർത്തൂ. ഓരോ ചായ കുടിച്ചിട്ട് പുറപ്പെടാം നമുക്ക്. കാപ്പിമലയുടെ അടിവാരത്തുള്ള ഒരു ചായക്കടയിൽ അവർ വണ്ടി നിർത്തി. വിനോദ് ഒരു സിഗരറ്റ് കത്തിച്ച് വണ്ടിക്കരികിൽ നിന്നു. ചായയും ഒരു പൊതിയിൽ 5 വടയുമായി സേതു വണ്ടിക്കരികിലേക്ക് നടന്നു. എല്ലാവരും ഓരോ വടയെടുത്തു. കുറച്ചു ദൂരെയുള്ള ഒരു കല്ലിൽ ചെന്നിരുന്ന സേതു കയ്യിലുള്ള വടയിലെ എണ്ണ പേപ്പറിൽ ഒപ്പിയെടുക്കാൻ നോക്കവേ അയാൾ സർ എന്ന് വിളിച്ചുകൊണ്ട് ആ പേപ്പറും കൊണ്ട് വണ്ടിക്കരികിലേക്ക് ഓടി. എന്താ സേതു, എന്തുപറ്റി? സർ, ഇത് നോക്ക്, ഈ പേപ്പർ നോക്ക്. സേതുവിൻ്റെ കയ്യിലുള്ള പേപ്പർ വിനോദ് നോക്കി. എന്നിട്ട് പെട്ടിക്കടയിലേക്ക് ഓടി. കൂടെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരും ഓടി. ഈ പേപ്പർ എങ്കേ ഇരുന്ന് കിടച്ചേ? ദാ അങ്കേ മലയിൽ നിറയെ വീട് ഇருக்கு. അങ്കേയിന്ത് കൊണ്ടുവന്ന പേപ്പർ. എന്നാ സർ? ഇത് വേറെയുണ്ടോ? ദോ പാറ്, നിറയെ ഇருக்கு. മറ്റുള്ള പേപ്പറും എടുത്ത് നോക്കിയ ശേഷം ഏത് വീട്ടിൽ ആരുകൊണ്ട് തന്നത് എന്ന് വിനോദ് ആ കടക്കാരനോട് ചോദിച്ചു. കടക്കാരൻ പറഞ്ഞ അടയാളം വെച്ച് അവർ മലയിലേക്ക് കയറി. ആ വഴിയിൽ കൂടെ വണ്ടി പോവില്ലായിരുന്നു. സേതു, കേരള പോലീസ് എന്നെഴുതിയ ആ ചെറിയ പേപ്പർ തനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കൂടുതലൊന്നും അറിയാൻ കഴിയില്ലായിരുന്നു. ഇത് നമ്മുടെ സ്റ്റേഷനിലെ കേസിനെക്കുറിച്ചുള്ള മിസ്സായ പേപ്പേഴ്സാണിതെല്ലാം. അവർ സംസാരിച്ചുകൊണ്ട് കടക്കാരൻ പറഞ്ഞ അടയാളം വെച്ചുള്ള വീടിന്റെ മുന്നിലെത്തി. ഇടിഞ്ഞു വീഴാറായ ടാർപ്പ കൊണ്ട് മേൽക്കൂരയുള്ള ഒരു വീട്. വീടിന്റെ അകത്തു നിന്നും പുറത്തേക്കിറങ്ങിയ പെൺകുട്ടിയോട് വിനോദ് പേപ്പർ കാണിച്ചു. ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് അവളോട് ചോദിച്ചു. അവൾ അകത്തേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു. അകത്ത് കയറിയ വിനോദും സേതുവും ഞെട്ടി. ഗണേഷിനൊപ്പം അന്ന് വണ്ടി ഓടിച്ച ഡ്രൈവർ ബാലു തറയിൽ കിടക്കുന്നു. കൈകാലുകൾ കെട്ടിയിട്ട അയാളെ കണ്ടതും അവർ മുഖത്തോട് മുഖം നോക്കി. മലവെള്ളത്തിന്റെ ഒഴുക്കിൽ ബോഡി കിട്ടില്ല എന്ന് തിരച്ചിൽ നടത്തിയവർ പറഞ്ഞ ബാലുവിനെ ജീവനോടെ കണ്ടതോടെ വിനോദിന്റെ മുഖത്ത് പ്രത്യാശയുടെ വെളിച്ചം കണ്ടു. സേതു, നമ്മൾ ജയിച്ചു. ബാലു പറയും കഥയെല്ലാം. ആരാണ് കൊലയാളിയെന്ന് ബാലു പറയും. സാറേ, സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ. ഹലോ, അതെ വിനോദാണ്. എന്ത്, ഡെഡ് ബോഡിയോ? എന്താ സാറേ? കോൾ കട്ടായപ്പോൾ സേതു വിനോദിനോട് ചോദിച്ചു. എടോ, നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ 2 കൊലപാതകം നടന്നിട്ടുണ്ടെന്ന്. ഒരു യുവതിയുടെയും യുവാവിൻ്റെയും. അതിൽ യുവതി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ സാറേ? കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മധ്യ കേരളത്തിലെ ഒരു ഗ്രാമം. പവിത്ര, താൻ എങ്ങോട്ടേക്കാ രാവിലെ സൈക്കിൾ എടുത്തോണ്ട്? നമ്മുടെ മീശ സാറിന് രാവിലെ 7 മണിക്ക് പത്രം കിട്ടണം. ഇല്ലേ അങ്ങേർക്ക് കലിപ്പാണ്. സൈക്കിൾ വേഗത്തിൽ ചവിട്ടി പവിത്രൻ ആ ഗ്രാമത്തിലെ വലിയ വീടിന്റെ ഗേറ്റിന് മുന്നിൽ നിന്നു. അയാൾ ഗേറ്റ് തുറന്ന് അകത്ത് കാലെടുത്ത് വെച്ചതും വീട്ടിലെ ബ്ലാക്ക് ലാബ് ഡോഗ് ബ്രിട്ടോ കുരച്ചുകൊണ്ട് കൂട്ടിൽ നിന്നും ബഹളമുണ്ടാക്കി. പെട്ടെന്ന് ഒരു മുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടു. ഡാ, മിണ്ടാതിരിയടാ. എടോ, താൻ അകത്തേക്ക് വാടോ.
അവനിനി മിണ്ടില്ല. എൻ്റെ സാറേ, എനിക്ക് ചെറുപ്പം മുതൽക്കേ പട്ടിയെ പേടിയാണ്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു പട്ടി ഓടിച്ചിട്ട് കടിച്ചു. അതിനുശേഷം ഇവറ്റകളെ പേടിയാണ്. എടോ, ഇവിടെ നല്ല പ്ലംബർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ താൻ കൂട്ടിക്കൊണ്ട് വരണം. ചെറിയ പണിയുണ്ട്. എന്നാ താൻ പൊയ്ക്കോ. അയാൾ പോയതും ഗേറ്റ് തുറന്ന് ഒന്ന് രണ്ട് പേര് വന്നു. വീണ്ടും ബ്രിട്ടോയുടെ ബഹളം. ഞങ്ങളാണ് സാറേ, യൂത്ത് വിങ്ങിന്റെ കമ്മിറ്റിക്കാർ. എന്താടോ രാവിലെ തന്നെ പിരിവാണോ? അയ്യോ, അതല്ല സാർ. നാളെ ഇവിടുത്തെ സ്കൂളിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ അപകടവശങ്ങളെക്കുറിച്ചും ഒരു ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നുണ്ട്. സാറ് വന്ന് ഉദ്ഘാടനം ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കണം. ഞാനോ? എടോ, അതിന് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലെ ആരെങ്കിലും വിളിക്കടോ. സാറ് വരണം സാറേ. ഒന്നുമില്ലേലും സാറൊരു പോലീസുകാരനല്ലേ? റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന ഞാനാണോ പോലീസ്? എന്തായാലും എന്താ സാറേ, ഒരു കാലത്ത് വിനോദ് കുമാർ എന്ന പേര് കേട്ടാൽ അക്രമികളും ഗുണ്ടകളും ഞെട്ടുന്ന കാലമല്ലായിരുന്നോ? മതിയടോ. ശരി, ഞാൻ വരാം. പപ്പ, ഞങ്ങൾ ഇറങ്ങുവാണേ. അകത്തു നിന്നും അയാളുടെ മകളുടെ ശബ്ദമായിരുന്നു അത്. വീടിന്റെ പുറകുവശത്തെ ഗേറ്റ് തുറന്ന് റോഡിലൂടെ നടന്നുപോയ അവരെ നോക്കി കമ്മിറ്റിക്കാരിൽ ഒരാൾ ചോദിച്ചു. ഏതാ സാറേ കൂടെ മറ്റൊരു യുവതി? സാറിന്റെ ഭാര്യയുടെ അനിയത്തിയാണോ? അതും എൻ്റെ മോൾ തന്നെയാടോ. സാറിന് ഒരു മോളല്ലേ ഉള്ളത്? മറ്റേത് മൂത്ത മോളാടോ. അതൊക്കെ ഒരു കഥയാണ്. ഒരു പഴയ കഥയുടെ ബാക്കിയായി അവശേഷിക്കുന്ന ഒരേ ഒരു മുഖമാണ് ആ ഇറങ്ങിപ്പോയത്. അടുത്ത ദിവസം സ്കൂളിലെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സ്കൂളിനടുത്തുള്ള ഒരു തണൽ മരത്തിൽ വിശ്രമിക്കുകയായിരുന്ന വിനോദ് സാറിന്റെ അടുത്തേക്ക് കമ്മിറ്റിക്കാരിൽ ഒരാളായ ജോർജു നടന്നു വന്നു. അയാളും കൂടിയിരുന്നു. എന്തായിരുന്നു സാറേ അന്ന് നടന്ന സംഭവം? ഏതായിരുന്നു ആ യുവതി? ഓ, അതോ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ SI ആയി സ്ഥലമാറ്റം കിട്ടിയ ഒരു ഉൾനാടൻ ഗ്രാമമുണ്ടായിരുന്നു. ഭൂതത്തെരു. ഒരു കൊലപാതക പരമ്പര നടന്ന സ്ഥലമായിരുന്നു അത്. അയാൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിനങ്ങൾ ഓർത്തെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും നാട്ടിലെത്തിയ വിനോദും സംഘവും 2 കൊലപാതകങ്ങൾ നടന്ന സ്ഥലത്തെത്തി. വലിയൊരു ജനക്കൂട്ടം തന്നെ ആ സ്ഥലത്തുണ്ടായിരുന്നു. ഭൂതത്തെരുവിൽ നിന്നും അല്പം മാറി ഒരു കുന്നിൻ മുകളിലെ ഒരു പുരയിടത്തിലാണ് 2 മൃതദേഹങ്ങളും കിടന്നിരുന്നത്. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? ചെയ്തു. പെൺകുട്ടി ഈ ഭൂതത്തെരുവിൽ തന്നെയുള്ള എലീന എന്ന പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമാണ് അവിടെ നിന്ന് കരയുന്നത്. അപ്പോൾ ആ യുവാവോ? അയാൾ കുറച്ച് ദൂരെയാണ്. ഈ ഷോർട്ട് ഫിലിമും ഡോക്യുമെന്ററിയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പേര് ജിജോ. സംഭവ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടർന്നു. സാറേ, ഇവർ രണ്ടുപേരും തമ്മിൽ മുൻപരിചയം പോലുമില്ല എന്നാണ് നാട്ടുകാരും അടുത്ത ബന്ധുക്കളും പറയുന്നത്. പക്ഷേ എങ്ങനെ രണ്ടുപേരും ഇവിടെ എത്തിപ്പെട്ടു? ഫോറൻസിക് ടീമിന്റെ പരിശോധനാ ഫലം പോലീസിനെ ഞെട്ടിക്കുന്നത് മാത്രമല്ല കൺഫ്യൂഷനാക്കുന്ന കാര്യം കൂടെയായിരുന്നു. ജിജോ ആയിരിക്കും പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നത് എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് കരുതിയിരുന്നത്. എന്നാൽ നടന്നത് മറ്റൊന്നായിരുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ടുള്ള മുറിവുകളാണ്. ആ കത്തി സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കത്തിയിലുള്ള ഫിംഗർ പ്രിന്റ് ജിജോയുടെയുമാണ്. നെഞ്ചിലും വയറിലുമുള്ള 2 മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു. പക്ഷേ മരണകാരണം ശരീരത്തിലേറ്റ മുറിവുകളല്ല എന്നാണ് പെൺകുട്ടിയുടെ ഓട്ടോപ്സി നടത്തിയ ഫോറൻസിക് സർജൻ പറഞ്ഞത്. പിന്നെ എന്താണ് ഡോക്ടർ മരണകാരണം? സി മിസ്റ്റർ വിനോദ്, പെൺകുട്ടി അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ശരീരത്തിലെ നഖപ്പാടിന്റെ മുറിവുകൾ അത് സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത് കൊല്ലപ്പെട്ട് കിടക്കുന്ന ജിജോയുടേതാവാൻ വഴിയില്ല. മറ്റൊരാളാണ് ഇത് ചെയ്തത്. മറ്റൊരാളെന്ന് വെച്ചാൽ അതെങ്ങനെ? പറയാം. പെൺകുട്ടിയുടെ ഇടത് കൈ ഒടിഞ്ഞിട്ടുണ്ട്. പ്രതി കൈപിടിച്ച് തിരിച്ചൊടിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലയുടെ പുറകിൽ ഒരു ചുറ്റിക പോലുള്ള എന്തോ ആയുധം കൊണ്ട് അടിച്ചു. ധാരാളം രക്തം വാർന്നൊഴുകി പോയിട്ടുണ്ട്. ഇതാണ് മരണകാരണം. ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് കത്തികൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ചത്. അതെന്തിനായിരിക്കും പ്രതി അങ്ങനെ ചെയ്തത്? മരിച്ചെന്ന് ഉറപ്പിക്കാനായിരിക്കുമോ ഡോക്ടർ? സർ, എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്
ജിജോ ആണെന്ന് തെളിയിക്കാനായിരിക്കും പ്രതി എലീനയെ പീഡിപ്പിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ജിജോയുടെ കൈകൊണ്ട് മുറിവേൽപ്പിച്ചത്. പക്ഷേ രക്തസാമ്പിളും മറ്റും ഫിംഗർ പ്രിന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതി മറ്റൊരാളാണെന്ന് പറയാൻ കാരണം. കുറച്ച് നല്ല ഉയരമുള്ള ബലിഷ്ഠമായ ഒരാൾ. അപ്പോൾ പ്രതി ആദ്യം ജിജോയെ കൊലപ്പെടുത്തിയ ശേഷം എലീനയെ കൊലപ്പെടുത്തി അല്ലേ ഡോക്ടർ? അതെ, അങ്ങനെയാവാം വിനോദ്. കാരണം ജിജോയുടെ തലക്ക് പുറകിലും അതേ ചുറ്റിക കൊണ്ട് അടിച്ചു മുറിവേൽപ്പിച്ചതായി കാണുന്നുണ്ട്. ശേഷം തലയുടെ മുൻഭാഗം ചുവരിനോട് ചേർത്തിടിച്ചതും കാണുന്നു. അത് ഉയരമുള്ള ഒരാൾ ചെയ്തതാവാനാണ് സാധ്യത. അതാണ് അയാളുടെ മരണകാരണവും. ഫോറൻസിക് വിദഗ്ധരും ഡോക്ടറും എസ് ഐ വിനോദും അഭിപ്രായങ്ങൾ പറയുന്നതിനിടയിൽ കൂട്ടത്തിലെ മറ്റൊരു പോലീസുകാരൻ തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നും സാറേ, കിട്ടി, ചുറ്റിക കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിവന്നു. ഫോറൻസിക് വിദഗ്ധൻ അതിലെ രക്തക്കറകളും മറ്റും പരിശോധിച്ച ശേഷം എസ് ഐ വിനോദിന്റെ അടുത്തേക്ക് വന്നു. ഫോറൻസിക് മെഡിക്കോ ലീഗൽ അഡ്വൈസറായ പ്രതാപ് ഒറ്റ നോട്ടത്തിൽ അത് കണ്ടിട്ട് പറഞ്ഞു, വിനോദ്, ഈ ചുറ്റിക, ഇതുപോലുള്ള ചുറ്റിക ഞാൻ സാധാരണയായി കരിങ്കൽ ക്വാറിയിൽ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അതെവിടെയാണ് സർ? ഇവിടെ അടുത്ത് അങ്ങനെയൊരു സ്ഥലമുണ്ടോ? ഭൂതത്തെരുവിൽ നിന്നും ഒരു 15 കിലോമീറ്റർ മാറി തമിഴ്നാട് ബോർഡറിൽ ഒരു ക്വാറിയുണ്ട്. അവിടെ കൂടുതലും തമിഴന്മാരാണ് ജോലി ചെയ്യുന്നത്. പ്രതാപ്, നിങ്ങൾ ഒന്നുകൂടെ ഈ പരിസരം നിരീക്ഷിക്കണം. കൂടുതൽ തെളിവുകൾ കിട്ടിയാൽ ഉപകാരമാകും. അവരുടെ കൂടുതൽ അന്വേഷണത്തിൽ ആ കുന്നിൻ മുകളിലെ പുരയിടത്തിനു പുറകുവശം അല്പം മാറി മരക്കൂട്ടത്തിനിടയിൽ ഒരു വലിയ വാഹനത്തിന്റെ ടയറിന്റെ അടയാളങ്ങൾ കണ്ടു. അതിൽ നിന്നും അവിടെ നിർത്തിയിട്ടത് ഒരു ലോറിയാണെന്ന് അവർക്ക് മനസ്സിലായി. കൂടുതലൊന്നും ചിന്തിക്കാതെ വിനോദും സംഘവും ആ കരിങ്കൽ ക്വാറിയിലേക്ക് പുറപ്പെട്ടു. അവിടെയുള്ള അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം മാരിമുത്തു എന്ന ഡ്രൈവർ പെട്ടെന്ന് ലോറിയുമായി നാട്ടിലേക്ക് പോയതായി അറിഞ്ഞു. സാധാരണ ശനിയാഴ്ചകളിലാണ് ജോലിക്കാർ നാട്ടിൽ പോവാറുള്ളത്. പക്ഷേ മാരിമുത്തു ആരോടുമൊന്നും പറയാതെ നാട്ടിലേക്ക് പോയത് ജോലിക്കാർക്കിടയിലും സംശയമുണ്ടാക്കി. അയാളുടെ അഡ്രസ് വാങ്ങി കുറച്ച് പോലീസുകാരെ വിനോദ് തമിഴ്നാട്ടിലേക്ക് അയച്ചു. തിരികെ സ്റ്റേഷനിലെത്തിയ വിനോദ് കാപ്പിമലയിൽ നിന്നും കിട്ടിയ ഗണേഷിന്റെ ബാഗിലെ കേസുകളെക്കുറിച്ചുള്ള പേപ്പറുകൾ നോക്കി. പ്രധാനപ്പെട്ട 1-2 പേപ്പറുകൾ നഷ്ടമായെങ്കിലും ഗണേഷ് അന്വേഷിച്ച അവസാന കേസ് ഏതാണെന്നും എന്താണെന്നും അയാൾക്ക് മനസ്സിലായി. എല്ലാം തുടങ്ങുന്നത് അരുൺ എന്ന ചെറുപ്പക്കാരന്റെ ആക്സിഡന്റ് മരണത്തിലൂടെ ആയിരുന്നു. അതിനു സാക്ഷികളായ ഓരോരുത്തരും മരണപ്പെട്ടു. അവസാനം ബാക്കിയായ എബിൻ തമിഴ്നാട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു. അന്ന് തന്നെ അവിടെ വെച്ച് അരുണിനെ അപകടത്തിലാക്കിയ ലോറി ഡ്രൈവർ മുത്തുസ്വാമിയും കൊല്ലപ്പെട്ടു. കേസ് അന്വേഷിച്ച ഗണേശനും കൊല്ലപ്പെടുന്നു. ഈ കേസിന്റെ തുടരന്വേഷണത്തിൽ പോലീസിനോട് തുടക്കം മുതൽ സഹകരിച്ച ജിജോയും കൊല്ലപ്പെടുന്നു. ഏറ്റവും അവസാനം എബിന്റെ സഹോദരി എലീന അതിക്രൂരമായി കൊല്ലപ്പെടുന്നു. ഇതിൽ എലീന എങ്ങനെ ഇവരുടെ ഇരയായി എന്നത് മാത്രം അന്വേഷിച്ചാൽ മതി. ഇനി ഈ കേസുമായി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ അരുണിന്റെ ഭാര്യ വിനീതയാണ്. അതുകൊണ്ട് വിനീത അടുത്തതായി കൊല്ലപ്പെടും. അത് മനസ്സിലാക്കിയ വിനോദ് രഹസ്യമായി അന്ന് രാത്രി വിനീത താമസിക്കുന്ന സ്ഥലത്തെത്തുകയും അവിടെ രഹസ്യമായി പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അന്ന് രാത്രി 12 മണിയോടെ വിനീതയുടെ വീടിന്റെ മുന്നിലൂടെ ഒരു റെഡ് കാർ അതിവേഗത്തിൽ പോയി. തൊട്ടുപുറകിൽ ഒരു ലോറി വന്നു വിനീതയുടെ വീടിന്റെ മുന്നിൽ നിർത്തി. ലോറിയിൽ നിന്നും കറുത്ത് നല്ല ഉയരമുള്ള ഒരാൾ ആ വീടിന്റെ മതിൽ ചാടി കടന്നു അകത്തേക്ക് കയറി. മുൻവശത്തെ പറമ്പിൽ കൂടെ അയാൾ വീടിന്റെ പുറകുവശത്തെത്തി. കയ്യിലുണ്ടായിരുന്ന ഒരു ഉളി കൊണ്ട് പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തേക്ക് കയറി. ഒച്ചയുണ്ടാക്കാതെ മുകളിലെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന വിനീതയുടെ മുറിയുടെ അരികിൽ അയാൾ വന്നു നിന്നു. പാതിചാരിയ നിലയിലായിരുന്നു വാതിൽ. അയാൾ തുറന്ന് അകത്തേക്ക് കയറി. മുറിയിലെ ഫാനിന്റെ ശബ്ദത്തിൽ അവൾ ഒന്നും അറിഞ്ഞില്ല. നല്ല ഉറക്കം. ബെഡിനരികിലെത്തിയ ആ മനുഷ്യൻ വിനീതയെ അടിമുടി ഒന്ന് നോക്കി ചിരിച്ചു. കയ്യിലുണ്ടായിരുന്ന ചുറ്റികയെടുത്ത് അയാൾ അവളുടെ തല ലക്ഷ്യമാക്കി ഇടിക്കാൻ നേരം മുറിയിലെ ലൈറ്റ് കത്തി. പുറകിൽ വിനോദും സംഘവും തോക്കുപിടിച്ചു നിൽക്കുന്നത് കണ്ട് അയാൾ വെപ്രാളപ്പെട്ടു പുറത്തേക്കോടാൻ ശ്രമിച്ചു. എന്നാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വൻ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. കൈയോടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പറയടാ, നീ വെറും വാടക കൊലയാളിയാണെന്ന് അറിയാം.
ആരാണ് നിന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അവനെ എത്ര തല്ലിയിട്ടും അവൻ മിണ്ടാതെയിരുന്നു. അവൻ കുറ്റം സമ്മതിച്ചുവെങ്കിലും എന്തിനു ചെയ്തു എന്നതിന് അവൻ മറുപടി പറഞ്ഞില്ല. സേതു, വണ്ടിയെടുക്ക്. ആ SI ദീപക് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അയാളെ ഒന്ന് കാണണം. നമുക്ക് അയാളുടെ വീട്ടിലേക്ക് പോവാം. അവർ വണ്ടിയെടുത്ത് ദീപകിന്റെ വീട്ടിലെത്തി. ദീപക് വാതിൽ തുറന്നു. ഞാൻ കുറേ വിളിച്ചു. താനെന്താ ഫോൺ എടുക്കാത്തത്? ഓ, അതോ, ഞാൻ ഈ ബ്രിട്ടോയെ കുളിപ്പിക്കുകയായിരുന്നു. വരൂ വിനോദ്, ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട്? എന്തായി നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലെ കൊലപാതകങ്ങൾ? കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയാണെന്ന് കേട്ടല്ലോ. ഓ, ഇനി അതിന്റെ ആവശ്യമില്ല. ഞാൻ യഥാർത്ഥ പ്രതിയെ ഇന്ന് രാവിലെ കൈയോടെ പിടികൂടി. പിടികൂടിയോ? എവിടെ വെച്ച്? ദാ ഇവിടെ വെച്ച്. യു ആർ അണ്ടർ അറസ്റ്റ് മിസ്റ്റർ ദീപക്. വിനോദ്, താങ്കൾക്കെന്താ വട്ടായോ? ചിരിക്കേണ്ട ദീപക്. താങ്കൾ എത്ര പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനായാലും, എത്ര ബുദ്ധിമാനായാലും, എന്തൊക്കെ തെളിവുകൾ ഇല്ലാതാക്കിയാലും ഓരോ കേസിലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് അവശേഷിക്കും. അത് എനിക്കും കിട്ടി. നീ പിച്ചി ചീന്തിയ എലീനയുടെ കൈകളിൽ നിന്നും നിന്റെ തലമുടി. അതിന്റെ DNA തെളിയിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം നീ അറിയാതെ നിന്റെ ഒരു മുടി സ്റ്റേഷനിൽ നിന്നും സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തെളിവ് തീർന്നില്ല. കുറച്ചു കാര്യങ്ങൾ വിനീത പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നീ കൊന്ന എലീനയുടെ വീട്ടിലെ ഡയറിയിൽ നിന്നും എനിക്ക് കിട്ടി. നിന്നെക്കുറിച്ച് നീ പറയാതെ ഞാൻ അറിഞ്ഞു എല്ലാം. അറിയണോ നിനക്ക്? മലയാളിയായ അമ്മയും ഉത്തരേന്ത്യക്കാരനായ അച്ഛനും ഒരു സഹോദരിയും അടങ്ങുന്നതായിരുന്നു തൻ്റെ ഫാമിലി. പഠിച്ചതും വളർന്നതുമൊക്കെ UPയിൽ. അവിടെ വെച്ച് ഒരു പഞ്ചാബി പെൺകുട്ടിയെ പ്രണയിച്ച് 22ാമത്തെ വയസ്സിൽ താങ്കൾ വിവാഹിതനായി. അവിടുത്തെ ക്രിമിനലുകളുമായിട്ടായിരുന്നു താങ്കളുടെ കൂട്ടുകെട്ടുകൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ താങ്കൾ ഭാര്യയും കൂട്ടി രാജസ്ഥാനിൽ താമസമാക്കി. അവിടെ ചെറുപ്പത്തിന്റെ എല്ലാ മോശ സ്വഭാവവും താങ്കൾക്കുണ്ടായിരുന്നു. പൈസ കൂടുതൽ കിട്ടുന്ന പരിപാടി നോക്കിയ താങ്കൾ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ പഞ്ചാബി പെൺകുട്ടിയായ ഭാര്യയെ കൂട്ടുകാർക്ക് കാഴ്ചവെച്ച് പണം സമ്പാദിച്ചു. പിന്നെ വല്ല വമ്പന്മാർക്കും കാഴ്ചവെച്ച അവളെ രാജസ്ഥാനിലെ ഒരു കുഗ്രാമത്തിൽ വെച്ച് ഒരു രാത്രി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു. ഭാര്യ തന്നെ വിട്ട് കാശ്മീരിലുള്ള ഒരു അക്ബറിന്റെ കൂടെ ഒളിച്ചോടിയെന്നും പറഞ്ഞ് അവൾ എഴുതിയ ഒരു കത്ത്, അത് അവളുടെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയും കാണിച്ചു പറ്റിച്ചു. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് പോലീസ് സർവീസിൽ കയറിയ താങ്കൾ ഇവിടെ കേരളത്തിലെത്തി. കൂടെ താങ്കളുടെ അച്ഛനും അമ്മയും. ഇവിടെയും പെണ്ണും പണവുമാണ് താങ്കൾക്ക് പ്രിയമെന്ന് തെളിയിച്ച താങ്കൾ ഒരു വശത്ത് നല്ല വിശ്വസ്തനായ പോലീസുകാരനായി ചമഞ്ഞാടി, മറുവശത്ത് ആരും അറിയാത്ത ഒരു ക്രിമിനലായും വളർന്നു. ഒരു ബിസിനസ് കാര്യവുമായി അരുണുമായി താങ്കൾ അടുപ്പം സ്ഥാപിച്ചു. അരുണിന്റെ വിവാഹം കഴിഞ്ഞ വേളയിൽ അയാളെ കാണാൻ താങ്കൾ വീട്ടിൽ പോയിരുന്നു. അരുണിന്റെ ഭാര്യ വിനീതയെ കണ്ടപ്പോൾ താങ്കളുടെ ഉള്ളിലെ മോശം സ്വഭാവക്കാരൻ പുറത്തുവന്നു. താങ്കൾ അവളുമായി അടുക്കാൻ നോക്കിയെങ്കിലും അവൾ ഒഴിഞ്ഞുമാറി. കാരണം അവൾക്കെല്ലാം അരുൺ മാത്രമായിരുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം കൂടെ പാർട്ട്ണറായ മറ്റൊരുവൻ അരുൺ ഇല്ലാതായ ലാഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അരുണിനെ ഇല്ലാതാക്കാൻ താങ്കൾ തീരുമാനിച്ചു. അരുൺ തീർന്നാൽ ആ സിമ്പതിയിൽ വിനീതയെ കാണാൻ വീട്ടിൽ പോവാം, മിണ്ടാം, അവളെ കിട്ടും എന്ന ദുഷ്ടചിന്ത താങ്കളെ മറിച്ചു ചിന്തിപ്പിച്ചില്ല. തമിഴ്നാട്ടിലെ ഒരു മുത്തുസ്വാമിക്ക് പൈസ കൊടുത്തിട്ട് അരുണിനെ താങ്കൾ കൊല്ലിച്ചു. അതിന് സാക്ഷികളായ ആ 4 പേർക്കും മുഖംമൂടി ധരിച്ചുവന്ന് പൈസ കൊടുത്തതും താങ്കൾ തന്നെയായിരുന്നു. അവരെ 4 പേരെയും ഘട്ടം ഘട്ടമായി കൊന്നതും താങ്കൾ തന്നെ. ജോണി എന്ന ഒരു സാക്ഷി അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്. ഹൈപ്പർ ടെൻഷൻ എന്നാണ് ഡോക്ടർമാർ എഴുതിയത്. എന്നാൽ അയാളുടെ വീടിനടുത്തു നിന്നും ഒരു പോയിസന്റെ ബോട്ടിൽ കണ്ടെത്തിയിരുന്നു. പിന്നെ ഗോപാലേട്ടൻ അമിതമായി മദ്യപിച്ച് റോഡിൽ വീണ് മരിച്ചെന്നായിരുന്നു കേസ്. അയാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് താങ്കൾ കൈക്കൂലി കൊടുത്തു. അതിന്റെ ഒറിജിനൽ റിപ്പോർട്ട് എനിക്ക് കിട്ടി. മാരകമായ വിഷം മദ്യത്തോടൊപ്പം ഉള്ളിൽ ചെന്നാണ് അയാൾ മരിച്ചത്. പിന്നെ ടൈലർ ബാബു, ഒരു പ്രശ്നവുമില്ലാത്ത ആ പാവത്തിനെ ഒരു രാത്രി താൻ തന്നെ കടയിൽ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി. അവസാനത്തെ ഇര എബിനെ കഞ്ചാവ് കേസിൽ കുടുക്കി ഉള്ളിലിടാൻ നോക്കി. എങ്കിലും നടന്നില്ല. പിന്നെ എല്ലാം കെട്ടടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം താങ്കളിരിക്കുന്ന സ്റ്റേഷനിലാണ് ജിജോ എന്ന ചെറുപ്പക്കാരൻ ആ പഴയ കേസിനെക്കുറിച്ച് സംശയം പറയുന്നതുമെല്ലാം.
അപ്പോഴാണ് എബിന് താങ്കളെ സംശയമുണ്ടാവുന്നത്. അത് പറഞ്ഞു കൊടുത്തത് എലീനയും. എബിനെ കാണാൻ താങ്കൾ മുഖംമൂടി അണിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എലീന താങ്കളെ കണ്ടിരുന്നു. അതിനു മുമ്പും അവൾ നിങ്ങളെ കണ്ടിരുന്നു. ടൈലർ ബാബുവേട്ടനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന കണ്ട ഏക ദൃക്സാക്ഷി അവളായിരുന്നു. പേടിച്ചിട്ട് അവൾ ആരോടും പറഞ്ഞില്ല. ഇതറിഞ്ഞ എബിൻ ആ ലോറി ഡ്രൈവർ തമിഴനെ തപ്പി തേനിയിലേക്ക് പോയി, മുഖംമൂടിക്കുള്ളിലെ യഥാർത്ഥ മുഖത്തെ അറിയാൻ. ഇതറിഞ്ഞ താങ്കൾ ജിജോയെയും കൂട്ടി ഒരു അസൽ നാടകം കളിക്കുന്നു. റൂമെടുക്കുന്നു. അവിടെ വെച്ച് ജിജോ എന്ത് കണ്ട് പേടിക്കുന്നു. അതൊരുക്കിയത് താങ്കൾ പറഞ്ഞിട്ട് താങ്കളുടെ ആളുകളായിരുന്നു, ആ ലോഡ്ജിലെ ആൾക്കാർ. അന്ന് രാത്രി ജിജോയെയും കൂട്ടി തേനിയിലേക്ക് പോയി. അവിടെ ജിജോയെ റൂമിലാക്കി താങ്കൾ എബിനെ കണ്ടെത്തി. മുത്തുസ്വാമിയുടെ ആത്മശത്രു മാരിമുത്തുവിനെ കൂട്ടുപിടിച്ച് എബിനെയും മുത്തുസ്വാമിയെയും കൊലപ്പെടുത്തി. ഇത് കാണാനിടയായ ജിജോ അറിഞ്ഞു യഥാർത്ഥ കൊലയാളി തന്റെ കൂടെയുള്ള ദീപക്കാണെന്ന്. അയാൾ ഒന്നും പറയാതെ പേടിച്ചിട്ട് നാട്ടിൽ വന്നു. എലീനയെയും കൂട്ടി SI ഗണേശിനെ പോയി കണ്ടു. കാര്യങ്ങൾ പറഞ്ഞു. ഗണേശൻ അവരെ രണ്ടുപേരെയും ഒളിച്ചു താമസിപ്പിച്ചു. നേരെ തന്റെ വീട്ടിലേക്ക് വന്നു. അന്ന് താങ്കൾ പറഞ്ഞ കള്ളങ്ങളിൽ താങ്കളാണ് കൊലപാതകി എന്നറിഞ്ഞ ഗണേശ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ഇത് മുൻകൂട്ടി കണ്ട താങ്കൾ ഗണേശിനെ മാരിമുത്തുവിനെ കൊണ്ട് വണ്ടിയിടിപ്പിച്ച് കായലിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ശേഷം താങ്കൾ ജിജോയെയും എലീനയെയും കുറിച്ച് അന്വേഷിച്ചു. ഒടുവിൽ അവർ പേടിച്ച് ഒളിച്ചു താമസിച്ചിരുന്ന ഭൂതത്തെരുവിലെ കുന്നിൻ മുകളിലെ വീട് കണ്ടെത്തി. താങ്കൾ മാരിമുത്തുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ വെച്ച് ജിജോയെ കൊന്ന ശേഷം ആ പഴയ ദീപക്കായി താങ്കൾ മാറി. എലീനയെ തല്ലി ബോധം കെടുത്തി പീഡിപ്പിച്ച ശേഷം മാരിമുത്തുവിന്റെ മുന്നിൽ ഇട്ടുകൊടുത്തു. അയാൾ ഒരു രാത്രി പുലരും വരെ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു. മരിച്ചിട്ട് അവളുടെ ശവത്തിനെ പോലും അയാൾ വെറുതെ വിട്ടില്ല. വീടടക്കം കത്തിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. എന്നാൽ മദ്യപിച്ച് മതോന്മത്തനായി കിടന്ന അയാൾ ഉണരുമ്പോൾ നേരം ഒരുപാട് വെളുത്തിരുന്നു. ജിജോയെ വലിച്ചിഴച്ചുകൊണ്ട് ചെന്ന് അയാളുടെ കൈകൊണ്ട് അവളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി അയാൾ പോയി. അവസാനം ബാക്കിയായ ഒരേ ഒരാൾ, വിനീതയെ കൊലപ്പെടുത്താനുള്ള മാരിമുത്തുവിന്റെ ശ്രമം, അത് ഞങ്ങൾ തടഞ്ഞു. ഇനി താങ്കൾക്കെന്ത് പറയാനുണ്ട് ദീപക്? താങ്കളെപ്പോലുള്ള ഒരു ക്രിമിനൽ പോലീസിൽ തുടരാൻ എന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കാൻ അവകാശമില്ല. അതും പറഞ്ഞ് വിനോദ് അയാളുടെ കൈകളിൽ വിലങ്ങ് വെക്കാൻ ഒരുങ്ങവേ വിനോദിന്റെ കൈ തട്ടിമാറ്റി തോക്കെടുത്ത് എല്ലാവരുടെയും നേർക്ക് പിടിച്ചു. ദീപക് പറഞ്ഞു, അനങ്ങി പോകരുത്. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. ഞാൻ ഷൂട്ട് ചെയ്യും. എൻ്റെ പുറകെ വരരുത്. വാതിലിനരികിലുള്ള സേതുവിനെ ചവിട്ടി നിലത്തിട്ട് അയാൾ പുറത്തേക്കിറങ്ങി. വണ്ടിയെടുത്ത് അയാൾ പോയി. പുറകെ തന്നെ വിനോദും അയാളെ പിന്തുടർന്നു. കുപ്പം കായലിന് അരികിലുള്ള പാലത്തിലെത്തിയപ്പോൾ വിനോദ് വണ്ടിയുടെ ടയറിന് നേരെ ഷൂട്ട് ചെയ്തു. വണ്ടി നിയന്ത്രണം വിട്ട് കായലിലേക്ക് മറിഞ്ഞു. കായലിലേക്ക് മറിഞ്ഞ വണ്ടിക്ക് നേരെ അയാൾ തുരുതുരെ നിറയൊഴിച്ചു. വാളെടുത്തവൻ വാളാൽ ട്രെയിൻ കൊണ്ടുവന്ന് വണ്ടി പൊക്കി കരയ്ക്കടുപ്പിച്ചു. ചത്തുമലച്ചു കിടക്കുവാണ് ദീപക് എന്ന ക്രിമിനൽ. വിനോദ് നേരെ ദീപകിന്റെ വീട്ടിൽ പോയി ബ്രിട്ടോയെയും കൂട്ടി, ഒപ്പം ഒറ്റയ്ക്കായിപ്പോയ വിനീതയെയും തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അയാളും കുടുംബവും സന്തോഷമായിട്ട് കഴിയുന്നു. ഒപ്പം വിനീതയും. ബ്രിട്ടോ ഒരു നല്ല കാവൽക്കാരനായി അയാൾക്ക് കൂടെയും. കൂട്ടുകാരെ, കഥ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കമൻറ്റും കൂടി. താങ്ക് യു.